അപ്പോൾ കല്യാണം കഴിയുന്നതോട് കൂടിയിട്ട് പിന്നെ വീട്ടിൽ കുറേ പ്രശ്നങ്ങളൊക്കെ തീർന്ന് ഒരു കൊല്ലം വരെയൊക്കെ വലിയ കുഴപ്പമില്ലാത്ത കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയി. ആ ഒരു കൊല്ലം കഴിഞ്ഞ് കുട്ടിയാവലും ഒക്കെ കൂടെ ആയപ്പോഴേക്കും വീട്ടിൽ വീണ്ടും പ്രശ്നങ്ങൾ തുടങ്ങി. ആ പ്രശ്നങ്ങൾ തുടങ്ങിയ സമയത്ത് ചെറിയ എന്താ പറയുക, സ്വരച്ചേർച്ചകളെന്ന് പറയില്ലേ, സ്വരച്ചേർച്ച ഇല്ലായ്മ അല്ലേ, അതാണ് സംഭവിച്ചത്. അപ്പോൾ നമ്മളെ അഭിപ്രായം ആയിക്കൊള്ളുന്നില്ല അച്ഛനും ചെറുമ്മയ്ക്കും. അപ്പോൾ അങ്ങനെ പരസ്പര വിരുദ്ധമായിട്ടുള്ള പിന്നെ ചില തീരുമാനങ്ങളും കാര്യങ്ങളും ഇതൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ പിന്നെ അനാവശ്യമായിട്ടുള്ള കുറേ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ തൽക്കാലം നമ്മൾ വീട്ടിൽ നിന്ന് മാറി നിന്നു. ഒരു 4 മാസം മാറി നിന്നു. ആ മാറി നിന്ന സമയത്ത് പിന്നെ മോളുടെ ഫസ്റ്റ് ബർത്ത്ഡേ വന്നു. ആ ബർത്ത്ഡേ വന്ന സമയത്ത് പിന്നെ ഇവർക്കൊരു വാശി, അച്ഛന് വീട്ടിൽ വെച്ചിട്ട് തറവാട്ടിൽ വെച്ചിട്ട് ആ ബർത്ത്ഡേ കഴിക്കണം, നീ വീട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു പറ്റില്ല, കാരണം ഞാൻ ഇതൊക്കെ പ്ലാൻ ചെയ്ത് ക്ഷണിക്കലൊക്കെ കഴിഞ്ഞതാണ്. ക്ഷണിക്കലൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ ക്വാർട്ടേഴ്സിൽ വെച്ചിട്ടാണ് പരിപാടി എന്നുള്ളത് ഞാൻ ക്ഷണിച്ച് കഴിഞ്ഞു. ഇനി എനിക്കതിൽ മാറ്റം വരുത്താൻ പറ്റില്ല, കാരണം എല്ലായിടത്തും പോയി പറഞ്ഞു കഴിഞ്ഞതാണ്. ഇനിയും മാറ്റം വരുത്താൻ പറ്റില്ല. അപ്പം എന്നോട് പറഞ്ഞു, നീ വീട്ടിൽ വന്നാലുള്ളൂ പിന്നെ ചെറിയമ്മ അതിൽ കൂടുള്ളൂ, അല്ലാതെ കൂടില്ല പറഞ്ഞു. അത് ഞാൻ പറഞ്ഞു, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ഒരാൾക്കും വേണ്ടിയിട്ട് ഇത്രയും ആളുകളെ പിന്നെ മാറ്റി നിർത്താൻ പറ്റില്ല പറഞ്ഞു. അങ്ങനെ ലാസ്റ്റ് ചെറിയമ്മ വന്നല്ലേ, ചെറിയമ്മ അച്ഛനും കൂടി പിറന്നാളിനൊക്കെ വന്ന് കൂടി. അങ്ങനെ ഒരു വളയൊക്കെ തന്നു, സ്വർണ്ണ വളയൊക്കെ തന്നു. അങ്ങനെ അത് കഴിഞ്ഞോട് കൂടിയിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് താമസം മാറി. അങ്ങനെ ഒരു മാസങ്ങളോളം വലിയ കുഴപ്പമില്ലാതെ പോയി. ഏകദേശം ഒരു 1.5-2 വർഷത്തോളം. ഒരു 3 വയസ്സൊക്കെ ആയിട്ടാണ് പിന്നെ വീണ്ടും അല്ല, അതിൻ്റെ മാസങ്ങൾ കഴിഞ്ഞപ്പോഴേക്ക് വീണ്ടും ചെറിയ പ്രശ്നങ്ങൾ തുടങ്ങിയല്ലോ. ചെറിയ പ്രശ്നങ്ങൾ തുടങ്ങിയിരുന്നു അന്ന് തന്നെ. അത് കഴിഞ്ഞ് പിന്നെ വീട്ടിൽ എന്താണ് ഒരു 2 വർഷം കഴിഞ്ഞോട് കൂടിയിട്ട് അടുത്ത കുട്ടീനെ പ്രഗ്നൻ്റായി വൈഫ്. ആ സമയത്ത് ഇവർ വീണ്ടും ചെറിയ സംഭവങ്ങൾ ഇങ്ങനെ കുത്തിപ്പൊക്കലും കാര്യങ്ങളൊന്നും തുടങ്ങി. അങ്ങനെ അപ്പോൾ വീണ്ടും എന്താ പറയുക, പുകച്ചിലുകൾ തുടങ്ങിയപ്പോൾ നിൽക്കാൻ പറ്റാത്ത, അതായത് ഇപ്പോൾ എനിക്ക് അഭിപ്രായം പറയാൻ പോലും സ്വാതന്ത്ര്യമില്ല. അതൊന്ന്, അതല്ലാതെ പുറത്ത് പറയാൻ നമ്മൾ ചില എന്താ പറയുക സിനിമ സീരിയലുകളിലൊക്കെ കാണുന്ന പോലത്തെ ചില സീനുകൾ ഞങ്ങളുടെ വീട്ടിൽ സൃഷ്ടിക്കപ്പെട്ടു. അത് കണ്ടപ്പോൾ എനിക്കത് തീരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം അവൾ വേണമെങ്കിൽ എത്ര വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുമെന്ന് പറഞ്ഞു, പക്ഷേ ഞാനത് വേണ്ട പറഞ്ഞു. നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ എവിടെയെങ്കിലും പോയി കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് വന്നിട്ട് നമുക്ക് വീട്ടിൽ വന്നിട്ട് വൈകുന്നേരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് കൂടാൻ വയ്യ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു പിന്നെ ഒരു ദിവസം ഉണ്ണീനെ ഞാൻ അപ്പോഴേക്കും രണ്ടാമത്തെ ആളെ ഞാൻ പ്രസവിച്ചിട്ടുണ്ടായിരുന്നു. പ്രസവിച്ച് കുട്ടിയായി അതിനെ കൂട്ടിക്കൊടുന്ന് അതിൻ്റെ ഇടയിലൊക്കെ കുറേ സംഭവങ്ങളുണ്ട്. അതൊക്കെ പറഞ്ഞിട്ട് ഇനി ഒരു കഴിഞ്ഞു പോയതല്ലേ, അതൊന്നും ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ. മോനെ അവര് മൈൻഡ് ചെയ്തില്ല. രണ്ടാമത്തെ ആളെ മോളെ നല്ലപോലെ കെയർ ചെയ്യുമായിരുന്നു. മോൾക്ക് 7 മാസം ആയ മുതൽ ഞാൻ വർക്കിന് പോകുന്നുണ്ടായിരുന്നു. അപ്പോഴൊക്കെ അവർ നല്ല രീതിക്ക് അവളെ കെയർ ചെയ്യും, ശ്രദ്ധിക്കും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ മോനെ ഞാൻ കൺസീവ് ആണെന്ന് പറഞ്ഞത് മുതൽ അവർക്ക് എന്തോ ദേഷ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് എന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് അവനിങ്ങനെ മുട്ടിലെഴയാൻ തുടങ്ങിയ സമയം മുതൽ അച്ഛനാണെങ്കിലും ഞാൻ അമ്മ എന്നാണ് വിളിക്കൽ കേട്ടോ, ചേട്ടായി ചെറിയമ്മ. അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും അവൻ ചെല്ലുമ്പോൾ തിരിഞ്ഞ് നടക്കാൻ തുടങ്ങി. ഒരു ചെറിയ കുട്ടി, നമ്മളോട് ഇനി എന്തൊക്കെ ദേഷ്യം ഉണ്ടെങ്കിലും ഒരു ചെറിയ കുട്ടി വരുമ്പോൾ അവരങ്ങനെ തിരിഞ്ഞ് നടക്കുമ്പോൾ അത് ഭയങ്കരമായിട്ട് ആൾക്ക് ബുദ്ധിമുട്ടായിരുന്നു. അതെനിക്ക് തീരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ. നമ്മളിപ്പോൾ നമ്മുടെ ശത്രുക്കളുടെ കുട്ടികളാണെങ്കിൽ പോലും കുഞ്ഞുങ്ങളെ കാണുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ദേഷ്യം വരേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുപോലെ പിന്നെ അങ്ങനത്തെ ചെറിയ പ്രശ്നങ്ങൾ അതിങ്ങനെ വലുതായി വരാൻ തുടങ്ങി. ചെറിയ സംഭവം ഉണ്ടാവുള്ളൂ, പറഞ്ഞു വരുമ്പോൾ ചെറിയൊരു കാര്യം ഉണ്ടാവുള്ളൂ, പക്ഷെ അതിങ്ങനെ പറഞ്ഞ് വലുതാക്കി അത് വലിയ പ്രശ്നമായി. എല്ലാ വീടുകളിലും ഉണ്ടാവും കേട്ടോ അതൊക്കെ. പക്ഷേ നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടായി നമ്മൾ അനുഭവിച്ച കാര്യങ്ങളല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കണ്ടപ്പോൾ അതൊക്കെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നു. എന്നിട്ടും പിന്നീടും വീണ്ടും പിന്നെ നമ്മൾ വീട്ടിൽ എന്താ പറയുക, 2 കുക്കിംഗ് എന്നുള്ളൊരു അവസ്ഥയ്ക്കൊക്കെ വരാൻ തുടങ്ങി കാര്യങ്ങൾ. അത് എനിക്ക് തീരെ സമ്മതിച്ചു കൊടുക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ പറഞ്ഞോളൂ നമുക്ക് പോവാം, ഞാൻ ഉണ്ടാക്കുന്നൊന്നും അവർ കഴിക്കില്ലായിരുന്നു. അങ്ങനെയൊക്കെ ആയി. അത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് പോവാം, ഇനി ഇവിടെ നിൽക്കണ്ട പറഞ്ഞു. അപ്പോഴേക്ക് ഒരു എന്തോ ഒരു കാര്യത്തിൻ്റെ സംസാരം ഉണ്ടായി. അച്ഛനോട് നീ ഇറങ്ങിക്കോ പറഞ്ഞു. നീ ഇനി ഇവിടെ നിൽക്കണ്ട, നീ നിൻ്റെ ജ്യേഷ്ഠൻ്റെ പോലെ പുറത്ത് പോക്കോ, എവിടെ വെച്ചാൽ പോയിട്ട് എന്താ ചെയ്തോ, പിന്നെ നന്നാവുന്നില്ലേ നമുക്കൊന്ന് നോക്കാലോ എന്നൊക്കെയുള്ള രീതിയിൽ ശാപിച്ച് വിടുന്നത് പോലെ വീട്ടിൽ നിന്ന് വിട്ടത് തന്നെ. ഒരുപാട് എന്താ പറയുക, ഞാൻ അന്ന് ഈ പെങ്ങൾ മരിച്ച സമയത്തുണ്ടല്ലോ ഞാൻ കരഞ്ഞിട്ടില്ല. കാരണം എനിക്ക് കരയാൻ അറിയില്ല. കാരണം ഒരു മരവിപ്പായിരുന്നു.
അന്ന് എല്ലാവരും പറഞ്ഞിരുന്നു ആ ചെക്കനൊക്കെ കണ്ടില്ലേ, ആ ചെറിയ ചെക്കനൊക്കെ കണ്ടില്ലേ, അവനടക്കം മുണ്ടണില്ല കേട്ടോ, അവനൊന്നും നോക്കണില്ല, അവനൊന്നും ഒരു പ്രശ്നമില്ല, അവനൊക്കെ അത് കൂളായിട്ട് നടക്കണമെന്ന് ആളുകൾ പറയുന്നത് ഞാൻ കേൾക്കുക ചെവിയിൽ. കാരണം പിന്നെ അവരെ വിചാരം ഞാൻ അതൊന്നും കേൾക്കുന്നില്ല എന്നുള്ളതാണ്. എനിക്ക് പിന്നെ ഞാനൊക്കെ മരവിച്ച് നിൽക്കുമായിരുന്നു, എന്താണ് സംഭവിച്ചിരുന്നത്, എന്താണ് എൻ്റെ വീട്ടിൽ നടന്നത്, എന്ത് സംഭവിച്ചു ഒന്നും അറിയാതെ അന്തം വിട്ട് നടക്കുന്ന സമയം. അന്നൊന്നും ഞാൻ കരഞ്ഞിട്ടില്ല, പക്ഷേ ഞാൻ കരഞ്ഞു. നമ്മളെ സ്ഥലം ഒന്ന് മാറിയിരുന്നാണ്. മാറിയിരുന്ന കച്ചറ ഉണ്ടായിട്ട, കച്ചറല്ല, അവിടെ അതൊരു ഗ്രൗണ്ടായിരുന്നു. അവിടെ നമ്മുടെ കാടാമ്പുഴ ഭാഗത്തുള്ളൊരു താണിയപ്പം കുന്ന് പറഞ്ഞിട്ട് അതിപ്രശസ്തമായിട്ടുള്ള താണിയപ്പം കുന്ന് എന്ന് പറയും. അവിടെ ചരിത്രം കാര്യങ്ങളൊന്നും അറിയില്ല, പക്ഷേ സിനിമ ഷൂട്ടിംഗ് വരെ നടക്കാറുണ്ട് അവിടെ ഇടയ്ക്ക്. അപ്പോൾ അതാണ് നമ്മളിന്ന് തിരഞ്ഞെടുത്തിരുന്നൊരു സ്ഥലം. അപ്പോൾ അവിടെ ഇപ്പോൾ ഗ്രൗണ്ടായി കിടക്കുകയാണ്. അപ്പോൾ അവർ കളിക്കാരൊക്കെ വരും, അപ്പോൾ അവർ വന്ന് തുടങ്ങി. അപ്പോൾ നമ്മൾ അവിടുന്ന് പതുക്കെ ഒരു പറിച്ച് നടൽ. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് പിന്നെ പോന്നു. നീ എന്താ പറയുക, ഒരു ശപിച്ച് വിടുന്ന പോലെ അന്ന് അങ്ങനെ വിട്ടു. അങ്ങനെ പോന്നതാണ് വീട്ടിൽ നിന്ന് പോന്നിട്ട് വാടകയ്ക്ക് ഇപ്പോൾ താമസിക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി നമ്മൾ വാടകയ്ക്ക് താമസിക്കാൻ തുടങ്ങിയിട്ട്? 13 വർഷത്തിലധികമായിട്ട് ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്. സ്വന്തമായിട്ട് സ്ഥലം വാങ്ങാനുള്ളൊരു സാഹചര്യം ഒക്കെ ഒത്തു വന്നിരുന്നു. വാടകയ്ക്ക് താമസിക്കുന്ന സമയത്ത് ഞാൻ ആദ്യം പിന്നെ സ്ഥിരം പെയിൻറ്ററായിട്ട് മാറിയിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ നിന്നാണ് ഞാൻ സിനിമ സീരിയൽ രംഗത്തേക്ക് പോണത്. സിനിമ സീരിയൽ രംഗത്ത് പോയി നമുക്കെന്താ വെച്ചാൽ ഈ ചെറുപ്പത്തിൽ ഈ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ഒരുപാട് കളിയാക്കലുകളുടെയും കുത്തുവാക്കുകളും, അതായത് അച്ഛൻ, അമ്മ, ഏട്ടൻ, ചേച്ചി, അങ്ങനെയൊക്കെ എല്ലാവരുടെ പേരിലും നമ്മൾ കേൾക്കേണ്ടി വന്നിട്ടുള്ള ഒരുപാട് കുത്തുവാക്കുകളും അതൊക്കെ കൂടെ കേട്ട് നമ്മളിങ്ങനെ ഒതുങ്ങിക്കൂടി വരികയായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ആ കലാരംഗത്തും അതുപോലെ സാമൂഹ്യ പ്രവർത്തന രംഗത്തും വന്നതുകൊണ്ട് പിന്നെ എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു ചട്ടക്കൂട് ഞാൻ തന്നെ സൃഷ്ടിച്ചെടുത്ത് അതിനകത്ത് ഒതുങ്ങിക്കൂടിയാണ്. പിന്നെ എഴുത്തും വായനയും എല്ലാം അവസാനിച്ചു. കല്യാണം കഴിഞ്ഞതോട് കൂടിയിട്ട് എല്ലാം ഒഴിവാക്കി ശരിക്കും ഒറ്റപ്പെട്ട് ഞാനും എൻ്റെ ഭാര്യയും 2 മക്കളും ഒതുങ്ങുന്ന ആ ഒരു കുടുംബം, ആ ഒരു ക്വാർട്ടേഴ്സിനുള്ളിൽ ഒതുങ്ങിക്കൂടിയായിരുന്നു ഞാൻ. അതിനിടയിലാണ് പിന്നെ നാടകം, നമ്മുടെ നാട്ടിൽ ഒരു നാടകത്തിൻ്റെ നാടാണ് നമ്മുടെ നാട്. അപ്പോൾ അവിടെ ഇടയ്ക്കിടയ്ക്ക് നാടകങ്ങളുണ്ടാവും. അപ്പോൾ അതിന് സ്കൂൾ തലത്തിൽ ഒരു നാടകത്തിന് ഒരു പിന്നെ ആർട്ട് ഡയറക്ടർ വരികയും അദ്ദേഹത്തോടൊപ്പം സഹകരിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു അസിസ്റ്റൻ്റായിട്ട് ഞാൻ അവിടെ നാടകത്തിന് കൂടെ നിന്ന് കൊടുത്തു. അത് കഴിഞ്ഞ് പോകുമ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു, കൂടെ പോരണോ, എൻ്റെ കൂടെ വർക്കിന് പോരണോ ചോദിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ സീരിയലിലും സിനിമയിലൊക്കെ വർക്ക് ചെയ്യാൻ തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞ് ആ സമയത്താണ് നമ്മൾ ഒരു ട്യൂഷൻ സെൻറ്റർ, ഒരു 2-3-4 ആളുകൾ കൂടിയിട്ട് ട്യൂഷൻ സെൻറ്റർ തുടങ്ങുകയും അത് പിന്നീട് ബാക്കി 3 പേർക്കും മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും വന്നപ്പോൾ ഞാനത് ഏറ്റെടുക്കുകയും ഞാനത് സ്വന്തമായിട്ട് കൊണ്ടു നടക്കുകയും 5-6 വർഷത്തോളം നമ്മൾ അതായിട്ട് കൊണ്ടുപോയി. അത്യാവശ്യം നല്ല ഒരു ലെവലിലേക്ക് എത്തിയപ്പോഴേക്ക് നമ്മളൊരു സ്വന്തമായിട്ട് ഒരു വീട് വാങ്ങാനുള്ളൊരു സാഹചര്യം വരെ ഞങ്ങൾ എത്തിയിരുന്നു. അപ്പോഴേക്ക് കൊറോണ വന്ന് എല്ലാം തകർത്തെറിഞ്ഞ് അങ്ങോട്ട് പോയി. തകർത്തെറിഞ്ഞ് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലക്ഷങ്ങളുടെ ബാധ്യത വരുത്തി തന്നിട്ടാണ് കൊറോണ പോണത്. കാരണം ഈ ഒരു ഇതിന് വേണ്ടിയിട്ട്, ഈ ഒരു വീട് വാങ്ങുന്നതിന് വേണ്ടിയിട്ട്, അതിൻ്റെ ഒരു രജിസ്ട്രേഷന് വേണ്ടിയിട്ടൊരു 1 ലക്ഷം രൂപ, അതുപോലെ നമ്മൾ സെൻറ്ററിൻ്റെ ഒരു പുതിയ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു 3 ലക്ഷത്തിനകത്തുള്ളൊരു എമൗണ്ട്, അതൊക്കെ നമ്മുടെ കയ്യിലിരിക്കുകയാണ്. ക്യാഷ് എല്ലാം കണക്കാക്കിയിട്ടുള്ള ക്യാഷ് നമ്മുടെ കയ്യിലിരിക്കുകയാണ്. അതൊക്കെ ഈ 2-3 വർഷത്തെ കൊറോണ, വേറെ വർക്കിനൊന്നിനും പോകാൻ പറ്റില്ലല്ലോ. ഞാനപ്പോൾ ആ സമയത്ത് പിന്നെ കൊറോണ വരുന്ന സമയത്തൊക്കെ ഞാൻ സിനിമ സീരിയലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്, സീരിയലിൻ്റെ വർക്കായിരുന്നു. അപ്പോൾ അതിന് നാട്ടിൽ 15 ദിവസത്തെ ഷൂട്ട് കഴിഞ്ഞ് ഞാൻ നാട്ടിൽ വരുന്ന സമയത്ത് അത് കഴിഞ്ഞൊരു 10-13 ദിവസം ഇവിടെ നിൽക്കുമ്പോഴേക്കും അടുത്ത ഷെഡ്യൂൾ തുടങ്ങാനായി വീണ്ടും കയറി പോകും. തിരുവനന്തപുരത്തായിരുന്നു ഷൂട്ട്, അങ്ങനെയായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഈ കൊറോണ വന്നിട്ട് നമ്മളിവിടെ കുടുങ്ങി പോകുന്നത്. ഇവിടെ കേരളത്തിൽ മലപ്പുറം ജില്ലയിലാണ് കൊറോണ അവസാനമായപ്പോഴേക്ക് കൂടുതൽ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയത്. ആദ്യം മുതലേ കൂടുതൽ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയത് മലപ്പുറം ജില്ലയിലാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പിന്നെ മലപ്പുറം ജില്ലക്കാരനായതുകൊണ്ട് ടെക്നിക്കൽ മേഖലയിലുള്ള എല്ലാവരെയും, മലപ്പുറം ജില്ല അല്ലെങ്കിൽ മലബാർ ഏരിയ എന്നുള്ള എല്ലാവരെയും തൽക്കാലത്തേക്ക് സീരിയൽ രംഗത്തുനിന്ന് ബ്രേക്ക് എടുത്ത് നിൽക്കാൻ പറഞ്ഞു ഞങ്ങളോട്. കാരണം പിന്നെ ഒന്ന് മാറിക്കോട്ടെ, എന്നിട്ട് യാത്രകളും കാര്യങ്ങളും മതിയെന്ന് പറഞ്ഞു. അപ്പോൾ അല്ലെങ്കിൽ ആ ഒരു വ്യവസായം തന്നെ തകർന്നൊരവസ്ഥയാവും നമ്മളതിന് സമ്മതിച്ചിട്ടില്ലെങ്കിൽ. അങ്ങനെ ഞങ്ങളതൊക്കെ സംഘടനാപരമായിട്ടുള്ള തീരുമാനങ്ങൾ ഇതൊക്കെ വന്ന് അങ്ങനെ സമ്മതിച്ചു കൊടുത്ത് ഞങ്ങളുടെ വർക്ക് വേറെ ടീമിന് കൊടുത്തു. പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ കുറച്ച് കാലത്തിന് വർക്കൊന്നും വന്നില്ല. അപ്പോൾ ഞാൻ പിന്നെ ഇവിടെ നാട്ടിൽ കൊറോണ കഴിയുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഒരുപാട് പണികൾക്ക് പോയി. പഴയത് എടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആളുകളുടെ കൂടെ പോയി, സ്വന്തമായിട്ട് വേറൊരാളെ വണ്ടിക്കാരനെ വിളിച്ചിട്ട് അവൻ്റെ കൂടെ പോയി. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഒരു ചായക്കട ഇട്ട് നോക്കി.
ചായക്കടയിൽ നിന്ന് ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ അവസാനമൊക്കെ ആയപ്പോഴേക്ക് വൈഫിന് തീരെ വയ്യാതെയായി. അവൾക്ക് ഞങ്ങൾക്കൊരു എന്താ പറയുക 8 വർഷത്തോളം ഞങ്ങൾ കാത്തിരുന്ന ആ ഒരു കനി ഞങ്ങളുടെ ആ ഹോട്ടലിൽ നിന്നാണ് ഞങ്ങൾക്ക് സാധ്യമാവുന്നത്. ആ കൊറോണ സമയത്താണ്. കാരണം വൈഫിന് സുഖമില്ലായിരുന്നു. അവൾക്ക് പിന്നെന്താ പറയുക, ആ ഒരു പ്രഗ്നൻസി ആവാനുള്ളൊരു സാധ്യത PCOD ഉണ്ടായിരുന്നു അവൾക്ക്. അപ്പോൾ അതുകൊണ്ട് അവൾ പ്രഗ്നൻ്റ് ആവില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അതിന് മെഡിസിൻ എടുത്തിരുന്നു ഞങ്ങൾ. ഒരു മാസത്തിന് 2000 രൂപയുടെ മുകളിൽ മെഡിസിൻ ആവും. അങ്ങനെ മെഡിസിൻ എടുത്തിരുന്നു. 2-3 ഡോക്ടേഴ്സിനെ കണ്ട്, ഗൈനക്കോളജി ഡോക്ടേഴ്സിനെ കണ്ടിട്ട് ഞങ്ങൾ മെഡിസിൻ എടുത്തിരുന്നു. ഈ കൊറോണ തുടങ്ങിയോട് കൂടിയിട്ട് ഞങ്ങൾക്ക് ആ മെഡിസിൻ എടുക്കാനുള്ള സാഹചര്യം ഇല്ലാതെയായി. കൊറോണയുടെ എൻഡിലേക്കൊക്കെ മുഴുപട്ടിണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മൾ പഴമക്കാർ പറയില്ലേ പണ്ട് കഞ്ഞിവെള്ളം കുടിച്ചു മറ്റ് മക്കൾക്ക് കോരി കൊടുത്തു എന്ന്, ആ ഒരു സ്ഥിതിയിലേക്ക് ഞങ്ങൾ വന്നു. അങ്ങനെ ഈ വാടകയ്ക്കും എല്ലാത്തിനും ആകെ പെൻഡിങ് ആയിട്ട് കഞ്ഞിവെള്ളം എന്താ പറയുക താളിക്കുക പറയും ഞങ്ങൾ. കഞ്ഞിവെള്ളം താളിച്ചിട്ട് അന്നൊക്കെ ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. ഞാൻ കഞ്ഞിവെള്ളം താളിക്കുക എന്ന് പറയും. കഞ്ഞിവെള്ളം വെറുതെ വറവിട്ട് ഉപ്പിട്ടിട്ട് കറിയാക്കി മാറ്റുക. ചോറ് വെക്കുക, അതിലെ വെള്ളം എടുത്ത് അത് കറിയാക്കി മാറ്റിയിട്ട് വേറെ കറി വെക്കാനൊന്നുമില്ല. വെറുതെ ഉപ്പിട്ട് കഴിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ചെറുതായിട്ട് ചെറിയ ഉള്ളിയും വറ്റൽമുളകും കൊണ്ട് താളിച്ചിട്ട് അത് കറിയാക്കിയിട്ട് അത് ഒഴിച്ചിട്ട് കഴിക്കുക. അങ്ങനെ കഴിച്ച് അന്നൊക്കെ ഞാൻ ശരിക്കും കരഞ്ഞു. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ കഴിക്കുന്നത്. കരഞ്ഞു. കണ്ണുനീര് തുള്ളി വീണ ചോറ് ഞാൻ വാരി തിന്നിട്ടുണ്ട്. പിന്നെ വരെ ഞങ്ങളുടെ ബാക്കിയുള്ളവരൊന്നും ഈ സംഭവങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. കാരണം ആരോടും ഞങ്ങളിത് പറഞ്ഞിട്ടില്ല. അപ്പൊ നിങ്ങളോടാണ് ഞങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ടാവുക. ഞങ്ങളുടെ പ്രേക്ഷകരോട്, ഞങ്ങളോട് ലൈവിൽ വരുമ്പോൾ ഓരോരുത്തർ ചോദിക്കുന്നുണ്ടല്ലോ, നിങ്ങളോടാണ് ഞങ്ങൾ ഇതൊക്കെ ഷെയർ ചെയ്യുന്നത്. അങ്ങനെ ദുഃഖങ്ങൾ മാത്രമാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾക്ക് സന്തോഷം എന്ന് പറയാൻ അത്ര അൾട്ടിമേറ്റ് സന്തോഷങ്ങളൊന്നും ഇല്ല. സന്തോഷങ്ങൾ ഞാൻ പറയാം, ദുഃഖങ്ങൾ തീർന്നിട്ടില്ലല്ലോ പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ ഈ അത്രയും കഷ്ടപ്പെടുന്നത് കണ്ടിട്ട്, കാരണം ഇപ്പോൾ ഞങ്ങളെ ഹോട്ടൽ നടത്തുന്ന സമയത്ത് ഞങ്ങൾ ചെറുതായിട്ട് എണ്ണക്കടികൾ, ഇവിടെ നന്നായിട്ട് കുക്കിംഗ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ എണ്ണക്കടികൾ, അതുപോലെ ദോശ, ഇഡ്ഡലി, ചട്നി, സാമ്പാർ, ചമ്മന്തി, അങ്ങനത്തെ ഒരു വെജിറ്റേറിയൻ സിസ്റ്റമാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ഇത് നോമ്പ് തുടങ്ങി നോക്കുമ്പോൾ പിന്നെ ഞങ്ങളുടെ അവിടുത്തെ അങ്ങാടിയിലുള്ള കടകളൊക്കെ, ഹോട്ടലുകളൊക്കെ പൂട്ടി. അതൊക്കെ നോമ്പ് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞിട്ട് പിന്നെ തുറക്കുള്ളൂ. ഒരു മാസം ഒരു 5-10 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ തുറക്കുള്ളൂ ഹോട്ടലുകളൊക്കെ. അപ്പോൾ ഈ സമയത്ത് ഈ പണിക്ക് പോകുന്നവരൊക്കെ, കൊറോണയാണ് ആ സമയത്ത്, വേറെ എവിടെയും ഫുഡും കിട്ടാനില്ല. എല്ലാവരും വരും. ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഒരാൾ വന്നിട്ട് ചോറുണ്ടോ ചോദിച്ചു. അതല്ലാതെ ഇറച്ചിയുണ്ടോ, മീനുണ്ടോ, കോഴിയുണ്ടോ, പോത്തുണ്ടോ ചോദിച്ചിട്ട് ഒരുപാട് ആളുകൾ വരും. ഞങ്ങൾ ഈ ഒരു സംഭവം മാത്രമേ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളൂ. അതിനുള്ള മെറ്റീരിയൽ ഞങ്ങളുടെ കയ്യിലുള്ളൂ. അങ്ങനെ ഒരു ദിവസം ഒരാൾ വന്നിട്ട് ചോറ് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ചോറൊന്നും ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല, ചോറ് കിട്ടാൻ വല്ല മാർഗ്ഗമുണ്ട്, ഇവിടെ എവിടെയും ചോറില്ല. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ചോറുണ്ട്, അന്ന് വേണമെങ്കിൽ കുറച്ച് തരാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ എങ്ങനെയാലും വേണ്ടില്ല, ഇന്നിപ്പോൾ അങ്ങനെ പോട്ടെ, നാളേക്ക് ഇന്ന് എനിക്കൊരാൾക്ക് ചോറുകൾ ഉണ്ടാക്കുകയോ ചോദിച്ചു. അങ്ങനെ ആളുകൾ ഇങ്ങനെ വരാൻ തുടങ്ങി. ഇറച്ചി ചോദിച്ചിട്ടും മീൻ ചോദിച്ചിട്ടും വരാൻ തുടങ്ങിയപ്പോൾ 40, 45, 50 ചോറ് വരാൻ 50-ന് മുകളിൽ ചോറ് കൊടുത്തിട്ടുണ്ട് അല്ലേ. 50-ന് മുകളിൽ ഞങ്ങൾ ചോറ് ഒരു 50-ന്റെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. കാരണം ഒരു വാർപ്പിന് നമുക്ക് ഓർഡർ അങ്ങനെ, കാരണം വേറെ ഹോട്ടലുകളില്ല. ഞങ്ങളെ ഹോട്ടലും അതെ. ഞങ്ങളെന്താ പറയുക, ഇത് ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് ഞങ്ങളുടെ മക്കളൊക്കെ അതേ സാധനമാണ് കഴിക്കുന്നത്. അതുകൊണ്ട് ഒരു കലർപ്പില്ല. നമ്മുടെ വീട്ടിൽ നമ്മൾ എങ്ങനെ കുക്ക് ചെയ്യുന്നു അതുപോലെ കുക്കിങ്. എന്താ വെച്ചാൽ അതിനുള്ള സൗകര്യം ഒന്നും അവിടെ ഇല്ല. ആ കൂടെ ഒരടുപ്പ്, പിന്നെ നമ്മുടെ ഒരു ഗ്യാസ് സ്റ്റവ്, 2 അടുപ്പുള്ള ഗ്യാസ് സ്റ്റവ്, അതിൻ്റെ ഒന്നിൻ്റെ മുകളിൽ സമാവർ, ഒരു സ്റ്റവ് കിട്ടുമ്പോൾ അങ്ങനെ. എന്നിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഒരു അടുപ്പൊക്കെ സെറ്റ് ചെയ്ത് നോക്കി. പിന്നെ അവിടുത്തെ കുറച്ച് പ്രശ്നങ്ങളും കാരണങ്ങളും കൂടെ ആയിട്ട് വെള്ളത്തിനല്ല ബുദ്ധിമുട്ട് പറഞ്ഞാലേ ഒരുപാട് താഴെ കിണർ. പക്ഷെ അത് നമ്മൾ വെള്ളം കോരിയെടുക്കണം. അവരോടൊരു മോട്ടോർ വെച്ച് തരാൻ പറഞ്ഞാൽ പോലും അവർ ചെയ്യില്ല. പിന്നെ അവര് വാടക കറക്റ്റാണ്. പക്ഷെ ഈ നമുക്ക് വേണ്ട സൗകര്യങ്ങളൊന്നും അവർ ചെയ്തു തരില്ല. അങ്ങനെ അവിടുന്ന് ആയിട്ട് അപ്പോഴേക്കും പിന്നെ ഞാൻ കൺസീവ് ആവും ചെയ്തു. അതൊക്കെ ഒരു കഥയാണ് കേട്ടോ. അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവള് രാവിലെ ഞാനൊരു 5 മണി 5:30 ഞാൻ എണീറ്റ് കുളിച്ച് വിളക്ക് വെച്ച് ഞാൻ അടുപ്പ് കത്തിച്ച് പാല് തിളപ്പിച്ച് ഫസ്റ്റ് ചായ കൂട്ടും. ചട്നിയൊക്കെ ഞാൻ അരച്ച്, അതിനുള്ള അരവും കാര്യങ്ങളൊക്കെ ഞാൻ അരച്ച് വയ്ക്കും. അപ്പോഴേക്ക് ഇവള് കുളിച്ച് വരും. ഇവള് കുളിച്ച് വന്ന് ദോശ ഉണ്ടാക്കാനായി. അങ്ങനെ അതാണ് ഞങ്ങളുടെ ഒരു ദിവസത്തെ തുടക്കം. അങ്ങനെയാണ്. ഞാൻ 5:30 എണീക്കും, ഇവളൊരു 6 മണിയാകുമ്പോഴേക്കും ഇവൾ എണീക്കും. പിന്നെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് രാത്രി പാത്രങ്ങൾ കഴുകി വെച്ച് കിടക്കുമ്പോൾ സമയം 12:30, 1 മണിയായിട്ടുണ്ടാവും. പിന്നെ ഈ ഒരു 4 മണിക്കൂറൊക്കെ ഉറക്കമുള്ളൂ കേട്ടോ. അത് കഴിയുമ്പോഴേക്കും വീണ്ടും നമുക്ക് ഉണരാനായി. അങ്ങനെയാണ്. അങ്ങനെ ഞങ്ങൾ 2 പേരും ഒരുപോലെ ക്ഷീണിച്ചിരുന്നു. പിന്നെ അതിനിടയിലാണ് ഇവൾക്ക് കാലിലൊരു വേദന പറയണത്. അപ്പോൾ അന്ന് ഞങ്ങൾ ആദ്യം താമസിച്ചിരുന്ന താമസം ഹോട്ടലിലേക്ക് മാറ്റിയിട്ടേ ഉള്ളൂ. അന്ന് ഞാൻ അവിടെ ക്വാർട്ടേഴ്സിൽ കുളിക്കാനൊക്കെ ചിലപ്പോൾ അങ്ങോട്ട് പോകും. ഞാൻ കുളിക്കാൻ അങ്ങോട്ട് പോകും. ഇവിടെ ഉച്ച റെസ്റ്റിൻ്റെ സമയത്തൊക്കെ അങ്ങോട്ട് പോകും.
അല്ലെങ്കിൽ ചോറ് കൊടുക്കേണ്ട സമയത്തിൻ്റെ തൊട്ട് മുമ്പ് ഗ്യാപ്പിൽ ഞാനവിടെ പോകും. അപ്പോൾ പിന്നെ അന്ന് ഞാൻ പോയിട്ട് എനിക്കെന്തോ മനസ്സിന് വല്ലാത്തൊരു വിഷമം തട്ടിയ ദിവസമായിരുന്നു അന്ന് പോയിട്ട് ഞാൻ എന്താ പറയുക, പിന്നെ എൻ്റെ അടുത്ത് 1-2 അബദ്ധങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ ജീവനുമായി ബന്ധപ്പെട്ടിട്ടുള്ള 1-2 അബദ്ധങ്ങൾ എൻ്റെ അടുത്ത് പറ്റി. അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആകെ ഛർദ്ദിച്ച് അവശനായിട്ട് നിൽക്കായിരുന്നു ഞാൻ. അങ്ങനെ നിൽക്കുന്ന സമയത്ത് പിന്നെ ഇവളുടെ കോള് വരുന്നത്, അപ്പോൾ വേഗം വരും, ഇവിടെ തിരക്കായിട്ടുണ്ട്, ആൾക്കാർ വരാൻ തുടങ്ങിയിട്ട് വേഗം വരിക. ഞാൻ വേഗം എന്താന്ന് വെച്ചാൽ നമുക്ക് അവിടെ വിളമ്പി കൊടുക്കൽ മാത്രമല്ല, പൊതിച്ചു നമ്മൾ അതെ പാർസലായിരുന്നു കൂടുതൽ. കൊറോണ ആയതുകൊണ്ട് പാർസലായിരുന്നു കൂടുതൽ. അവിടെ ഇരുന്ന് കഴിക്കൽ കുറവാണ്. അങ്ങനെ ഞാൻ പെട്ടെന്ന് വന്നിട്ട് പിന്നെ അന്നൊന്നും പറഞ്ഞില്ല ഇവളോട് എന്താ സംഭവം എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഇവള് അന്നത്തെ ആ തിരക്കൊക്കെ കഴിഞ്ഞപ്പോൾ ഇവള് പറഞ്ഞു എൻ്റെ കാലിലെ നീര് നല്ല വേദന ഉണ്ട്, എനിക്ക് ഇന്ന് ഡോക്ടറെ അടുത്ത് പോകണം, അല്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല, എനിക്ക് തീരെ വയ്യ. അവൾ കരുതി അവൾക്ക് കൊറോണയാണെന്നുള്ളത്. അങ്ങനെ ഞങ്ങളുടെ ഒരു എന്താ പറയുക, ഒരു ഫാമിലി ഫ്രണ്ടാണ്, നമ്മുടെ ഒരു ഉപദേശകനാണ്, ഞങ്ങളുടെ എല്ലാമായിട്ടുള്ളൊരു ഡോക്ടറുണ്ട് ഇവിടെ, ഒരു ഇക്ബാൽ ഡോക്ടർ പടപ്പറമ്പ്. അപ്പോൾ അദ്ദേഹത്തിനെ വിളിച്ച് പറഞ്ഞു. പിന്നെ എന്നെ സതീഷ് ചേട്ടാന്ന് വിളിക്കുക, സതീഷ് ചേട്ടാ നിങ്ങളൊന്ന് വരിക പറഞ്ഞു, നിങ്ങൾ നേരിട്ട് വരിക, അവരെ കൂട്ടിയിട്ട് പോരുക പറഞ്ഞു. അങ്ങനെ ചെന്ന് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇങ്ങനെ PCOD മൂപ്പർക്ക് അറിയാം, എല്ലാ മരുന്നും മൂപ്പർ അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു തരുന്ന ആളാണ്. അങ്ങനെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും, പീരിയഡ്സ് ആയിണോ എത്രയായി ആയിട്ട്? അപ്പോൾ പറഞ്ഞു ഒരു 3-4 മാസം ആയിട്ടുണ്ട് പറഞ്ഞു. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയല്ലോ നമുക്ക് ചോദിച്ചു. അപ്പോൾ വൈഫ് പറഞ്ഞു അതിൻ്റെ ഒന്നും ആവശ്യമില്ല, പിന്നെ അതില്ല സാറേ, അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല, അതിൻ്റെ ലക്ഷണമോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല, അതൊന്നും ഇല്ല പറഞ്ഞു. ഓക്കെ, അത് കുഴപ്പമില്ല, എൻ്റെ ഒരു സമാധാനത്തിൽ നിങ്ങളൊന്ന് പോയി ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ അവിടെ തന്നെ ലാബുണ്ട്, അവിടെ പോയി ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് വാങ്ങാൻ ഞങ്ങൾക്ക് യാതൊരു എന്താ പറയാ ക്യൂരിയോസിറ്റി ഇല്ല. കാരണം നെഗറ്റീവ് ഇടയ്ക്കിടയ്ക്ക് നോക്കണല്ലേ. അപ്പോൾ ഞങ്ങൾ അത് വാങ്ങിയിട്ട് പോന്നു. പോരുന്ന വഴിക്ക് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് കളിച്ച് ചിരിച്ച് റിസൾട്ട് നോക്കുമ്പോൾ ഇത് പോസിറ്റീവാ. രണ്ടാളും അവിടെ നിന്നു. പോസിറ്റീവ്, ഇതെങ്ങനെ? അപ്പോൾ നമ്മളൊന്നാമത് PCODക്ക് മരുന്ന് കഴിക്കൽ നിർത്തി. അപ്പോൾ ഇനി ഒരു സാധ്യത ഇല്ലാന്ന് നമ്മൾ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ റിസൾട്ട് കൊണ്ടുപോയിട്ട് സാറെ കാണിച്ചു. സാറ് ചിരിയോട് ചിരി. ഇപ്പം എന്തായി? ഇപ്പം ഞാൻ പറഞ്ഞോണ്ടൊരു കാര്യമായില്ലേ, പിന്നെ നീരിന് മരുന്ന് തരണമെന്നുണ്ടെങ്കിൽ ഇത് നോക്കണം പറഞ്ഞു. അതുകൊണ്ടാണ് ഞങ്ങൾ നോക്കിയത്. നോക്കില്ല. പിന്നെ രാവിലെ നീറ്റ് ഇങ്ങനെ നിൽക്കുകയല്ലേ, രാവിലെ മുതൽ വൈകുന്നേരം വരെ നിൽക്കുകയാണ്, രാത്രി വരെ നിൽക്കുകയാണ് ഞങ്ങളുടെ ധാരണ ഉണ്ടായിരുന്നത്. അപ്പോൾ സാറ് കുറേ ചിരിച്ചു. ഇപ്പം എന്തായി, ഞാൻ നോക്കാൻ പറഞ്ഞോണ്ടൊരു കാര്യമായില്ലേ, പിന്നെ നിങ്ങൾ കാത്തിരിപ്പിനൊരു കാര്യം ഉണ്ടായില്ല എന്നൊക്കെ പറഞ്ഞിട്ട് 2-3 മാസത്തോളം വളർച്ചയായിട്ടുണ്ട് കുട്ടിക്ക്. അപ്പോൾ പിന്നെ ഒരു കാര്യം ചെയ്യും, ഇനിയിപ്പോൾ ഞാൻ എന്തായാലും മരുന്നൊന്നും എഴുതുന്നില്ല, എന്തെങ്കിലും വിറ്റാമിൻ എന്തെങ്കിലും ഗുളിക വേണമെങ്കിൽ ഞാൻ എഴുതി തരാം, അല്ലാതെ ഞാൻ ഇതിൽ ഇടപെടൂല എന്ന് പറഞ്ഞു. അങ്ങനെ ഗൈനക്കിനെ കാണിച്ച് പിന്നെ ഇത് തീരുമാനമായി, ഇത്ര മാസത്തെ വളർച്ച ഉണ്ട്. അതല്ല, ഇത് അറിഞ്ഞത് മുതൽ പിന്നെ ഛർദിയോട് ഛർദി. അതുവരെ ഛർദില്ല. അതിന്റെ മുന്നേ ഛർദില്ല. പക്ഷെ എനിക്ക് എന്താ വെച്ചാല്, ഞാൻ ചേട്ടാ എന്നോട് എനിക്ക് ഈ കറി വേണ്ട, എനിക്ക് ആ കറി വേണ്ട, അങ്ങനെയൊക്കെ പറയുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അല്ലേ, ഞാൻ പുളിഞ്ഞി ഉപ്പും കൂട്ടിയിട്ടാ ചോറിന്, എനിക്ക് ഈ സാമ്പാർ വേണ്ട, അതൊക്കെ. പക്ഷെ നമ്മളിത് പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ഞാൻ എന്താ വിചാരിക്കുന്ന വെച്ചാൽ കൊറോണ ആയതുകൊണ്ടായിരിക്കും നമുക്ക് ഭക്ഷണത്തിനോടൊക്കെ വെറുപ്പുണ്ടാവുമല്ലോ, അതാവുന്നാണ് വിചാരിക്കുന്നത്. അന്ന് പിന്നെ എന്താ പറയുക, കടയിൽ നിന്ന് 1 രൂപയുടെ അച്ചാർ കിട്ടുമല്ലോ, ആ അച്ചാർ കൊണ്ടൊന്ന് ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. വെറും പിന്നെ ഉപ്പും പുളിയും മുളക് പൊടിയും കൂടി ചാലിച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് ഞാൻ കഴിച്ചിട്ടുണ്ട്. എവിടെ ഞാൻ ചോറ്, കൂട്ടാൻ, ഉപ്പേരി, പപ്പടം, പിന്നെ അതിലേക്ക് വേറെ എന്തെങ്കിലും ഒരു കൂട്ടുകറി, മീൻ പൊരിച്ചത്, പിന്നെ സാമ്പാർ അല്ലെങ്കിൽ മോരുകറി, ഇതൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് വെറും പുളി, ഉപ്പും മുളക് പൊടിയും ഞാൻ കഴിച്ചിട്ടുണ്ട്. എനിക്കിതൊന്നും മനസ്സിലാവില്ല കേട്ടോ. എനിക്കറിയില്ല, ഞാൻ വേണ്ട, എനിക്കത് വേണ്ട പറയും. അവൾക്ക് അതാണ് ടേസ്റ്റ്. അങ്ങനെ പിന്നെ ഇവള് ഭയങ്കര വൊമിറ്റിംഗ് ആയി. ഞാനൊരു 1.5 ആഴ്ചയോളം അത് കൊണ്ടുപോയിരുന്നു കേട്ടോ. മീനൊക്കെ നന്നാക്കുമ്പോ ഛർദിച്ച് വശം കെടും. പക്ഷെ നമുക്ക് ഉണ്ടാക്കാല്ലാതെ മാർഗ്ഗമില്ലല്ലോ. വോമിറ്റിംഗ് തുടങ്ങി. നമ്മളെ വീട്ടിലത്തെ മാതിരില്ലല്ലോ, ഹോട്ടലിലാവുമ്പോൾ ആളുകൾ വരുന്നതല്ലേ. അപ്പോൾ ഇവൾക്ക് ചോറ് തിളയ്ക്കുന്ന സ്മെല്ലൊക്കെ വരുമ്പോഴേക്കും ഇവള് വൊമിറ്റ് ചെയ്യും, അതായിട്ട് ഓടും. അത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഇത് അധികം മുന്നോട്ട് പോകില്ലായിരുന്നു. അപ്പോൾ നമുക്ക് തൽക്കാലം നമുക്ക് അവസാനിപ്പിക്കാം. അങ്ങനെ ഇവളുടെ ചേച്ചിയുടെ വീട്ടിൽ കൊണ്ടുപോയി നിർത്തി. ചേച്ചിയുടെ വീട്ടിൽ കൊണ്ടുപോയി നിർത്തിയ സമയത്ത് ഞാൻ കടയിൽ വരും, ഞാനവിടെ അവിടെ തന്നെയാണ് ഞങ്ങൾ കിടത്തൊക്കെ. പിന്നെ ഞാനിവിടെ കിടക്കും. അങ്ങനെ ഒരു 10-15 ദിവസത്തോളം, 15-20 ദിവസത്തിലധികം അങ്ങനെ പോയി. പിന്നെയാണ് ഞങ്ങളൊരു വീടെടുത്ത് മാറുന്നത്. അപ്പോഴേക്കും ഞാൻ പിന്നെ പെയിൻറ്റിങ്ങിന് പോക്ക് തുടങ്ങി. അങ്ങനെ ഞാനൊരു പെയിൻറ്ററായി മാറി. പിന്നെ കുറേ എന്താ വെച്ചാൽ ഈ ബാധ്യതകൾ വന്നു പെട്ടതിൻ്റെ ഇത് തീർക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ മൈക്രോ ഫിനാൻസുകളിൽ നിന്ന് നമ്മൾ പിന്നെ ക്യാഷ് എടുത്ത് നമ്മൾ കുറേ ആളുകളെ വല്ലാതെ ഇങ്ങനെ പിന്നെ എന്താ പറയുക, ക്ഷമയില്ലാത്ത ആളുകളുണ്ടല്ലോ,
അവർക്കൊക്കെ നമ്മൾ കുറേശ്ശെ കൊടുത്ത് നിർത്തി. അപ്പോൾ ഇതിൻ്റെ അടവുകൾ നമുക്ക് വരാൻ തുടങ്ങി. അത് ആഴ്ചയിൽ അടവുകൾ ഇങ്ങനെ കറക്റ്റായിട്ട് അടച്ചു പോയിട്ടില്ലെങ്കിൽ വലിയ വലിയ പ്രശ്നങ്ങൾ വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പട്ടിണി കിടന്നാലും അടവുകൾ അങ്ങനെ നികത്തിക്കൊണ്ട് പോകാൻ തുടങ്ങി. ഇപ്പോൾ ആ അടവുകളിലൂടെയാണ് ഞങ്ങളുടെ ജീവിതം. മറ്റേ ആട് ജീവിതം എന്ന് പറഞ്ഞ പോലെ ഒരു അടവ് ജീവിതമാണ് ഞങ്ങളുടെ. എന്നിരുന്നാലും ഞങ്ങൾക്ക് കിട്ടിയ മുത്തുമണി അതെ ഞങ്ങൾക്കൊക്കെ അറിയണതാണ്. ഈ കൊറോണ ആ 8 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഒരുപാട് വലിയ നഷ്ടങ്ങൾ പ്രേരിപ്പിക്കുന്ന ഒരു മുത്തിനെ കിട്ടി ഞങ്ങൾ. ഒരുപാട് വലിയ നഷ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കെട്ടിപ്പടുത്തുണ്ടാക്കിയ വീട് പൊളിഞ്ഞാടിയ പോലത്തെ ഒരവസ്ഥയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. കാരണം ഒരു വീട് വരെ ആയിരുന്നു ഞങ്ങൾക്ക്, അത് നമ്മുടെ കൈവിട്ടർ പോയൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ തിരിച്ചു വന്നിട്ട് പിന്നെ ഞങ്ങൾക്ക് അത്രയും വലിയൊരു നഷ്ടം ഉണ്ടായപ്പോൾ ഞങ്ങൾക്ക് ദൈവം തന്ന ഞങ്ങളുടെ ആ ഒരു നിധി ഉണ്ടല്ലോ, വിച്ചൂട്ടൻ ആൾ കുറുമ്പനാണ്. അതുകൊണ്ടാണ് അവൻ അങ്ങനെ കുറുമ്പനായിട്ടും ഞങ്ങൾ മറ്റേ 2 പേർക്ക് ഇത്ര കുറുമ്പില്ല. ഞങ്ങൾ കണ്ണുറിപ്പിച്ച് നോക്കി അവിടെ നിന്നിരുന്നു. ഇവൻ ഞങ്ങളെ നോക്കി പേടിപ്പിക്കും. പക്ഷേ ഞങ്ങൾക്ക് എന്താ പറയുക, ഞങ്ങളെ നിധിയാണത്. കാരണം ഞങ്ങളെ ജീവിക്കാൻ പ്രേരിപ്പിച്ച ഒരു ഘടകമാണത് അവൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾ ഈ നിങ്ങളുടെ മുന്നിൽ ഈ വന്ന് സംസാരിക്കാനും നമുക്ക് ഈ ഒരു ചാനൽ വരാനും ഒക്കെ കാരണം ഉണ്ടാകുന്നത് അവനാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവൻ്റെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ജാതക കാര്യങ്ങളും ഇതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു പണിക്കരടുത്ത് പോയ സമയത്ത് അന്നാണ് ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കുന്നത്. എൻ്റെ കാര്യങ്ങൾ നോക്കിയ സമയത്ത് എന്നോട് പറഞ്ഞ് ഇതൊക്കെ വിശ്വാസമുള്ളവർക്ക് കേട്ടോ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പിന്നെ ജാതകപരമായിട്ട് നിങ്ങൾക്ക് കുറേ ദോഷം ടൈമാണ്, ഏറ്റവും എന്താ പറയുക മോശപ്പെട്ട സമയമാണ് നിങ്ങൾക്കിപ്പോൾ. കാരണം മരണം വരെ സംഭവിക്കാം, ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു വൈഫിനോട്. ആളെ ശ്രദ്ധിക്കണം കേട്ടോ, നല്ല ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഉണ്ടാവില്ല സാറേ, അത് ഉണ്ടാവില്ല പറഞ്ഞു. അതെന്ത് അതിൻ്റെ ശ്രമങ്ങളൊക്കെ കഴിഞ്ഞു പറഞ്ഞു. അപ്പോഴാണ് ഇവൾ ഷോക്കാവുന്നത്. അതുവരെ ഞാൻ ഇവളോട് പറഞ്ഞിട്ടില്ല. ഇവൾ ഷോക്കായി. എപ്പോൾ എന്തിന് എന്ന് വെച്ചിട്ട് ഇവൾ കണ്ണിലൊക്കെ വെള്ളം നിറച്ചിരിക്കുക. ആ സാറ് അതൊരു സ്കൂൾ അധ്യാപകനാണ്, മനഃശാസ്ത്രജ്ഞനാണ്, പ്ലസ് ജ്യോതിഷം പഠിച്ച ആളുമാണ്. അപ്പോൾ ആൾ കണ്ണട വയ്ക്കുന്ന ആളാണോ എനിക്ക് ഓർമ്മയില്ല. പിന്നെ ആൾ എന്തോ എന്നോടിങ്ങനെ പേന എന്തോ കൈ പിടിച്ചിട്ട് സംസാരിക്കുന്നു. അത് അവിടെ താഴെ വെച്ചിട്ട് സതീഷ് എണീറ്റോ പൊക്കോ ഇനി ഇങ്ങോട്ട് വരരുത് പറഞ്ഞു. അപ്പോൾ എന്താ സാറേ ഇത്രയും വിദ്യാഭ്യാസം ഇതൊക്കെ ഇല്ലേ? ഇങ്ങനൊരു സാഹചര്യം വരുന്ന സമയത്ത് ഇങ്ങനെ അബദ്ധങ്ങളാണ് ചെയ്യേണ്ടത്. നിങ്ങളില്ലാതെ ആയാൽ നിങ്ങളുടെ പിന്നെ ഭാര്യയും മക്കളും അവരെങ്ങനെ ജീവിക്കും, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ നമ്മുടെ മനസ്സിനെ അങ്ങോട്ട് ശാന്തതയിലേക്ക് കൊടുന്ന് നമ്മളെ വീണ്ടും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തി തന്നിട്ടാണ് അന്ന് അവിടെ നിന്ന് എന്നെ പറഞ്ഞയക്കുന്നത്. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. അല്ലാതെ പിന്നെ എന്താ പറയുക, വെറുതെ കുറേ പിന്നെ എന്തെങ്കിലും വായിൽ തോന്നുന്ന വിളിച്ച് പറയുന്നൊരു സ്വഭാവക്കാരനായിരുന്നില്ല അദ്ദേഹം. അപ്പോൾ അങ്ങനത്തെ ആ ഒരു പിന്നെ കാര്യങ്ങൾ പറഞ്ഞു തന്ന് എൻ്റെ മനസ്സിനെ, എനിക്ക് മടുത്ത ജീവിതം പിന്നെ വീണ്ടും എന്താ പറയുക ഉണങ്ങാൻ തുടങ്ങുന്ന ഒരു ചെടിയുടെ അടിയിലേക്ക് വെള്ളമൊഴിച്ച് കൊടുത്ത് അതിനെ ഇങ്ങനെ തളിരിട്ട് ഇങ്ങനെ മുളപ്പിച്ച് കൊണ്ടിരുന്ന രീതിയിൽ പിന്നെ അങ്ങനത്തെ ആ ഒരു എന്താ പറയുക പിന്നെ ഇത് പറഞ്ഞു തന്ന് എന്നെ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു കൊടുക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. അതുപോലെ എന്താ പറയുക, എൻ്റെ വീഴ്ചയിലും എൻ്റെ തകർച്ചയിലും എൻ്റെ വളർച്ചയിലും എല്ലാത്തിലും ഒരുപോലെ എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ ഈ മുത്തുമണി, അവളെ അതൊക്കെ പറഞ്ഞിട്ട് വന്ന് ഇങ്ങനെ ഒരാൾ കൂടെ ഉണ്ടായിട്ടാണല്ലോ നിങ്ങളിത് ചെയ്തത്, ഇങ്ങനെ ഒരാളെ ഒറ്റപ്പെടുത്താൻ നിങ്ങൾക്ക് തോന്നിയല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ പറഞ്ഞു. അപ്പോൾ ഇവളും പിന്നെ എൻ്റെ മക്കളും ഇന്ന് അവരാണ് എൻ്റെ ലോകം. ഇന്ന് അവർക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. പിന്നെ ഇപ്പോഴും ഞങ്ങളുടെ അവസ്ഥയിൽ വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ആ കടങ്ങളിലെ ഒരു കുറഞ്ഞ ശതമാനം മാത്രമേ ഞങ്ങൾക്ക് വീട്ടാൻ കഴിഞ്ഞിട്ടുള്ളൂ. കാരണം പിന്നെ 12,000 രൂപയുടെ മുകളിൽ വരുമാനം ഉണ്ടായിരുന്ന ഒരാൾക്ക് വെറൊരു 600-700 രൂപയിലേക്ക് ചുരുങ്ങുമ്പോൾ അയാൾക്ക് എത്രത്തോളം മാറ്റങ്ങൾ വരുത്താൻ കഴിയുന്നുള്ളത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചിന്തിച്ചാൽ മനസ്സിലാകുമല്ലോ. അപ്പോൾ അതുപോലെ കുറച്ചൊരു സ്വന്തമായിട്ട് ഒരു ലേശം സ്ഥലം വാങ്ങാനോ ഒരു വീട് വെക്കാനോ ഉള്ളൊരു സാഹചര്യത്തിലേക്ക് ഇനിയും ഞങ്ങൾ എത്തിയിട്ടില്ല. അതിന് നമുക്ക് എന്ത് വരണം, ഈശ്വരൻ നമ്മളെ ഈ ഒരു സംരംഭമെങ്കിലും വിജയത്തിലേക്ക് എത്തിച്ചു തരട്ടെ. അദ്ദേഹം ഞങ്ങൾക്ക് അങ്ങനെ സ്വന്തമായിട്ടൊരു തുണ്ട് ഭൂമി വാങ്ങാനും അതിൽ സ്വന്തമായിട്ട് കടമില്ലാതെ വീട് വെക്കാനും സ്വസ്ഥമായിട്ട് വലിയൊരു കോടീശ്വരനാവാനെന്നല്ല എൻ്റെ പ്രാർത്ഥന. എല്ലാ കടങ്ങളും വീടി അന്നന്ന് പണിയെടുക്കുന്ന പൈസ കൊണ്ട് വീട്ടിലെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകാനുള്ളൊരു സാഹചര്യത്തിലേക്ക് ഒരു 100 രൂപയെങ്കിലും ഡെയിലി മാറ്റി വയ്ക്കാൻ പറ്റുന്നൊരു സാഹചര്യത്തിലേക്ക് ദൈവം ഞങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കട്ടെ എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ഏത് നിമിഷവും ഏത് ഊണിലും ഉറക്കത്തിലും ഞങ്ങൾ 2 പേരുടെയും പ്രാർത്ഥന. അതിനുവേണ്ടിയാണ് ഇന്ന് ഞങ്ങൾ ഇത്രയും പിന്നെ പ്രാർത്ഥിച്ച് ജീവിക്കുന്നത്. ഞങ്ങൾ അതിന് വേണ്ടിയിട്ടാണ്. ഇത് കാണുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ മനസ്സിൽ കുറിച്ചിടണം, ഞങ്ങളെപ്പോലത്തെ ആളുകൾ ഈ ഭൂമിയിലുണ്ട്. ഇത്രയും വിഷമങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഇതിനേക്കാൾ കഷ്ടപ്പെടുന്നവരുണ്ടായിരിക്കും. പക്ഷേ പിന്നെ എന്താ പറയുക, നമ്മൾ ഈ കളിയും ചിരിയും ഞാൻ ഇത്രയും സീരിയസ് ആയിട്ടുള്ള എൻ്റെ ഉള്ളിൽ പിന്നെ വിതുമ്പുമ്പോഴും ഞാൻ ഇത്രയും സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോഴും എൻ്റെ മുഖത്ത് വരുന്ന ഈ ചിരിയുണ്ടല്ലോ, ഇത് ഞാൻ കടമെടുത്തതാണ്. ഈ കടം
ദൈവത്തിൽ നിന്നെടുത്തതാണ്. അത് വീട്ടാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും പിന്നെ സൗഭാഗ്യങ്ങളും സഹായങ്ങളും ചെയ്തു തരേണ്ടത് നിങ്ങളെപ്പോലെ, ഇത് കാണുന്ന നിങ്ങളെപ്പോലെ ഓരോരുത്തരുമാണ്. അപ്പോൾ ഈ എൻ്റെ ജീവിതത്തിലെ ദുഃഖങ്ങൾ ഇത്രയുമാണ്. അതിലെ ഞങ്ങളെ വിച്ചൂട്ടിനെ കിട്ടിയ ഒരു സന്തോഷം മാത്രമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഞാൻ കരഞ്ഞു പോയ നിമിഷങ്ങൾ എനിക്ക് പറയാൻ പറ്റും. ഒന്ന്, പിന്നെ എൻ്റെ അച്ഛൻ ആദ്യം എൻ്റെ മരിച്ചുപോയ ചേച്ചിയുടെ എന്താ പറയുക, ഒരു ആത്മാവ് കയറുക എന്നൊക്കെ പറയില്ലേ, ചില ശരീരങ്ങളിൽ കയറുക. അങ്ങനെ എൻ്റെ ഏട്ടത്തി അമ്മയുടെ ദേഹത്ത് അതിൻ്റെ ഒരു ഇത് കയറിയിട്ട് അവരെൻ്റെ മരിച്ചുപോയ ചേച്ചിയെ പോലെ സംസാരിക്കുകയും പെരുമാറുകയും ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്തു. അന്ന് ഞാൻ കരഞ്ഞു. അന്ന് ഞാൻ അലമുറട്ട് കരഞ്ഞു. അത് കഴിഞ്ഞ് എൻ്റെ അച്ഛൻ രണ്ടാമത് വിവാഹിതനായ സമയത്ത് അന്ന് ഞാൻ കരഞ്ഞു. അന്നും ഞാൻ കരയാന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ അതുപോലെ കരഞ്ഞിട്ടില്ല. അങ്ങനെ കരഞ്ഞ് ഞാൻ അന്ന് തുടങ്ങിയ കരച്ചിലാണ് ഇന്നും എൻ്റെ കരച്ചിൽ അവസാനിച്ചിട്ടില്ല. അന്ന് പോയ ബലമാണ് എൻ്റെ മനസ്സിൻ്റെ ബലമാണ്. ആ ബലം എനിക്ക് വീണ്ടെടുക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഏതൊരു ആളും വേദനിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കയ്യിലുള്ള എൻ്റെ സഹായം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് മാത്രമേ ഞാൻ അപ്പോൾ ചിന്തിക്കാറുള്ളൂ. എൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് അയാൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ ചെയ്തു കൊടുക്കുന്ന ഒരാളായിരുന്നു ഞാൻ. ഞാൻ ഇന്ന് മറ്റുള്ളവരോട് എനിക്ക് എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി യാചിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. പക്ഷേ എല്ലാം ശരിയാവും, എല്ലാം ശരിയാക്കി തരും ദൈവം, അല്ലെങ്കിൽ ആ ഒരു ശക്തി. അത് പല മതങ്ങൾക്കും പല ജാതികൾക്കും പല പേരിലാണെങ്കിലും നമ്മൾ എല്ലാത്തിലും വിശ്വസിക്കുന്നു, എല്ലാവരെയും ഒരുപോലെ കാണുന്നു. ആ ദൈവം എല്ലാം ശരിയാക്കി തരും എന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ. അങ്ങനെ ആ ഒരു കരച്ചിൽ ഞാൻ കരഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കരഞ്ഞത് പിന്നെ എൻ്റെ ഭാര്യയുടെ, പറയാൻ പാടുണ്ടോ എനിക്കറിയില്ല, കിട്ടുന്നതിലുള്ള കാര്യം പറഞ്ഞൂടെ? പിന്നെ ഞാൻ കരഞ്ഞത് ഞാൻ കെട്ടിയ അവളുടെ ആ താലി ആ കഴുത്തിൽ നിന്ന് ഞാൻ ഊരിയെടുത്ത് എനിക്ക് പണം വയ്ക്കേണ്ട അവസ്ഥ വന്നപ്പോഴാണ്. അന്നും അവൾക്കത് കുഴപ്പമില്ല, പക്ഷേ അന്നും ഞാൻ താലിയും സ്വർണവും ഒക്കെ ഉണ്ടാവും, പക്ഷെ നമ്മൾ തമ്മിൽ നമ്മുടെ ബന്ധത്തിൽ അതൊക്കെ ശരിയാണ്. പക്ഷേ ഏറ്റവും പരിശുദ്ധമായിട്ടുള്ള സാധനം ആ ചെയിന് വിടാം. പക്ഷെ ആ താലി എന്ന് പറഞ്ഞ സാധനം ഒരാണൊരുത്തൻ അധ്വാനിച്ചുണ്ടാക്കി തരുന്ന ആ ഒരു സാധനം, അത് അവൻ മരണം വരെ അവൻ്റെ എന്താ പറയുക, അവൻ കിടപ്പിലാകുന്നതെന്നല്ല, അവൻ്റെ മരണം വരെ അവനെ കൊണ്ടു നടക്കുന്ന അവൾക്ക് കൊടുക്കുന്ന അടയാളമാണ് ആ താലി എന്ന് പറയുന്നത്. അതുകൊണ്ടല്ലോ അതെന്ത് താലി, അതൊന്നും താലി കൂട്ടില്ല, അതൊക്കെ വെറുതെ ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി. പിന്നെ അതുപോലെ അന്ന് ഞാൻ കരഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കരഞ്ഞത് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞങ്ങൾ വാങ്ങിയ ഒരു വാഹനം നമ്മുടെ പിന്നെ ഏവിയേറ്റർ ആയിരുന്നു. ആ വാഹനം പിന്നെ ഹോണ്ടയുടെ ഏവിയേറ്റർ, ആ വാഹനം നഷ്ടപ്പെടുന്ന സമയത്ത്, അതും ഇതേപോലൊരു സാഹചര്യത്തിൽ നമുക്ക് അത് പിന്നെ എന്താ വെച്ചാൽ നമ്മൾ എക്സ്ചേഞ്ചിൽ പോയതായിരുന്നു. പക്ഷേ അതിൻ്റെ കാര്യങ്ങളൊന്നും ക്ലിയർ ആയില്ല. പക്ഷേ വണ്ടി നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയും ചെയ്തു. വണ്ടി ഉടനെ നമുക്ക് പകരം വേറെ വണ്ടി നമുക്ക് കിട്ടിയതുമില്ല, അങ്ങനെ ഉണ്ടായത്. പക്ഷേ ആ വണ്ടി നമ്മുടെ അടുത്ത് വേറൊരു വണ്ടി ഉടനെ വന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫീല് വരില്ലായിരുന്നു. പക്ഷേ ഈ വണ്ടിയോട് പോയി മറ്റേ വണ്ടി കിട്ടും ചെയ്തില്ല എന്നുള്ളപ്പോൾ അത് കൊടുത്തു പോരുമ്പോൾ തന്നെ ചാവി അങ്ങോട്ട് കൊടുത്ത് വണ്ടിയോടെ നിർത്തിയിട്ട് ഇങ്ങോട്ട് പോരാൻ കഴിയാതെ ഇവിടെ അവിടെ കിടന്ന് ഇങ്ങനെ തിരികെയായിരുന്നു. പിന്നെ എനിക്ക് അങ്ങോട്ട് തന്നെ പോകണം എന്നൊരു തോന്നൽ. കാരണം നമ്മൾ ഇത്രയും വർഷം കൊണ്ട് നടന്നത്, ഏകദേശം ഒരു 10-11 വർഷത്തോളം നമ്മളതിനെ ഞങ്ങൾ എവിടെയും, ഞങ്ങൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്, മുന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, എവിടെയും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, അത് ഒരു പോറൽ പോലും ഏൽപ്പിച്ചിട്ടില്ല, എവിടെയും വഴിയിലൊരു തടസ്സം വരുത്തിയിട്ടില്ല. അങ്ങനത്തെ ഒരു അത് പോയപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. അതായിരുന്നു പിന്നീട് കരഞ്ഞത് അതിനായിരുന്നു. അങ്ങനെ കരഞ്ഞ നിമിഷങ്ങൾ ജീവിതത്തിൽ കുറഞ്ഞ നിമിഷങ്ങളുള്ളൂ. ബാക്കിയുള്ള സമയങ്ങളിലൊന്നും കരയാനുള്ള ആ ഒരു ഇതുണ്ടായിരുന്നില്ല, എനിക്ക് ആ ഒരു ചിന്ത വന്നിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ കൊറോണയ്ക്ക് ശേഷം എങ്ങനെ ഞങ്ങളുടെ ട്യൂഷൻ സെന്റർ ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾ വളരെ ഹാപ്പി ആയിരുന്നു. കാരണം ആ കുട്ടികളും നമ്മുടെ ആ ലൈഫ്, ഇപ്പം നമ്മൾ ലൈവിൽ വരുമ്പോൾ നിങ്ങളോട് കൂടുന്ന ആ സമയമുണ്ടല്ലോ, അതുപോലെ നമ്മൾ ആ കുട്ടികളുടെ കൂടെ കൂടുന്ന സമയത്ത് അതെ. അപ്പോൾ അതൊക്കെ നഷ്ടപ്പെട്ടു. വർഷത്തിലൊരു ടൂറ് മക്കളെ വെച്ച്, അതൊക്കെ ഞങ്ങളെ മക്കളല്ല കേട്ടോ, സെന്ററിലെ മക്കളെ കൊണ്ട്, സ്വന്തം മക്കളെ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും, ഞങ്ങളുടെ വീട്ടിൽ നിന്നുള്ള ടൂറല്ല, ട്യൂഷൻ സെന്ററിൽ നിന്നുള്ള ടൂർ, അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെ ടൂറ് പിന്നെ പോവും. അതുപോലെ അവിടുത്തെ എൻ്റർടൈൻമെൻറ്റ്, ഓണം പ്രോഗ്രാം, അല്ലെങ്കിൽ പെരുന്നാൾ പ്രോഗ്രാം, ക്രിസ്മസ് പ്രോഗ്രാം, അങ്ങനത്തെ ഇഫ്താർ മീറ്റ്, അങ്ങനത്തെ പല സംഭവങ്ങളും ഞങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. അങ്ങനെ വലിയ ഒരു പിന്നെ പ്രസ്ഥാനമായിട്ട് വരികയായിരുന്നു ആ ഒരു സ്ഥാപനം. നമ്മുടെ കൂടെ നടന്നിരുന്ന കുറേ സുഹൃത്തുക്കളുടെ തോളിലിരുന്ന് ചെവി തിന്നാൻ പറയില്ലേ, അങ്ങനത്തെ ചില പാരവെപ്പുകളും അതുപോലെ പിന്നെ ചില ഇടപെടലുകളും കാരണം തൽക്കാലം നമുക്കത് നിർത്തിവെക്കേണ്ടി വന്നു. പിന്നെ ചെറിയ കുട്ടിയും കാര്യങ്ങളൊക്കെ കൂടെ ആയപ്പോഴേക്കും നമുക്ക് തൽക്കാലം നിർത്തിവെക്കേണ്ടി വന്നു. എന്തായാലും
എന്താ പറയുക, അതിനേക്കാൾ ഉജ്ജ്വലമായ ശക്തിയോടെ വീണ്ടും തിരിച്ചു വരും എന്ന ഒരു എന്താ പറയുക മനസ്സിൽ ഞങ്ങൾക്കൊരു വിശ്വാസം ഉണ്ട്. പുതിയ കോഴ്സുകൾ അതിനു വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതൊക്കെ ഉടനെ വലിയ താമസമില്ലാതെ വരാൻ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹങ്ങൾ ഉണ്ടാവണം, പ്രാർത്ഥനകൾ ഉണ്ടാവണം, ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. പിന്നെന്താണ്, ഇനി എന്താ പറയുള്ളത്? പിന്നെ ഹാപ്പി മൊമെന്റ്സ് എന്ന് പറഞ്ഞാൽ പിന്നെ പറയാൻ ഞങ്ങളെ കല്യാണം, അതെ, പൊന്നൂസിനെ കൺസീവ് ആണെന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ അവളുണ്ടായത്, പിന്നെ അടുത്ത വാവ, നമ്മുടെ മക്കളെ ജനനമൊക്കെ നമുക്ക് സന്തോഷമാവില്ല. പിന്നെ ഞങ്ങളൊരു വണ്ടി വാങ്ങിച്ചത്, ഞങ്ങളുടെ രണ്ടാമത്തെ മോനെ ഉണ്ടായി ഒരു 5-6 മാസമായിട്ടാണ് ഞങ്ങൾ ഫസ്റ്റ് വണ്ടി എടുക്കുന്നത്. അതൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു. കാരണം നമുക്ക് സ്വന്തമായിട്ടൊരു വണ്ടി എന്ന് പറയുമ്പോൾ കുടുംബത്തിലൊന്നും അങ്ങനെ ആർക്കും വണ്ടിയില്ല. ഞങ്ങളാണ് ഞങ്ങളുടെ കുടുംബത്തില് ഞങ്ങളായിരിക്കും ഫസ്റ്റ് വണ്ടി ഫ്രഷ് വണ്ടി വാങ്ങിച്ചിട്ടുണ്ടാവുക ഞങ്ങളായിരിക്കും. അപ്പൊ അതൊക്കെ ഒരു ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ, നമുക്ക് അതിന് പറ്റുന്നുള്ള ഒരു അന്ന് അങ്ങനത്തെ ഒരു സാഹചര്യമായിരുന്നു, അങ്ങനത്തെ ഒരു ലൈഫായിരുന്നു. കാരണം എന്താ പറയാ, പിന്നെ ഒരു സാമ്പത്തികമായിട്ട് അത്യാവശ്യം മോളിക്ക് ഗ്രാഫ് അത്യാവശ്യം മോളിൽ തന്നെ ആയിരുന്നു. ഇപ്പം അതൊക്കെ മാറി നമ്മൾ തനി എന്താ പറയുക ഏറ്റവും താഴെ അതൊക്കെയാണ് നമുക്ക്. ബാബു ഉണ്ട് ഇനി പോലെ 10-100 ചോദിക്കും ചിലപ്പോൾ. ഇപ്പം ഇനി പോലെ കണ്ട മാറാം അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാവാം. കാരണം ഒരു കാര്യം ഞാൻ പറയാതിരിക്കാൻ വയ്യ, ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോൾ, ഇത്രയും ദുരിതങ്ങൾ ഞങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് ഞങ്ങളുടെ സുഹൃത്തുക്കൾ, അത് പറയാതിരിക്കാൻ വയ്യ, വേദനകൾ ഉണ്ടാവുന്ന സമയത്ത് ഞങ്ങൾക്ക് അവരുടെ സപ്പോർട്ടായിരുന്നു ഞങ്ങളെ ചിരിപ്പിച്ചിരുന്നതും ജീവിപ്പിച്ചിരുന്നതും അവരായിരുന്നു. കാരണം പിന്നെ ആ ചായക്കടയൊക്കെ നിർത്തുന്ന സമയത്ത് കുറച്ചൊരു അടവിന് സാധനങ്ങൾ എടുത്തിട്ടാണ് നമ്മളത് തുടങ്ങിയത്. അപ്പോൾ കട നിർത്തുകയാണെന്ന് കണ്ടപ്പോൾ അവർക്ക് അതിൽ ക്യാഷ് ഒന്നിച്ച് വേണം അടവുകാർക്ക്. അങ്ങനെ അത് പറഞ്ഞാൽ നിൽക്കാതെ അവസാനം എന്ത് ചെയ്യണമെന്നറിയില്ല, വാടക പെൻഡിങ്, അതുപോലെ പിന്നെ വാങ്ങിയ സാധനങ്ങളുടെ പെൻഡിങ്. അങ്ങനെ എൻ്റെ കൂടെ എൻ്റെ +2 കൂടെ ഉണ്ടായിരുന്ന കുട്ടികൾ, ഡിഗ്രിക്ക് കൂടെ ഉണ്ടായിരുന്ന കുട്ടികൾ, അവരൊക്കെ പൈസ പിരിച്ചെടുത്തിട്ടാണ് എനിക്ക് തന്നിട്ടാണ് ഞാൻ തൽക്കാലം അവിടെ നിന്ന് ഇങ്ങോട്ട് കരകയറി പോരുന്നത്. പിന്നെ അതുപോലെ ഞങ്ങളുടെ ഡിഗ്രിക്കാണെങ്കിലൊക്കെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികൾ, അതുപോലെ +2 കൂടെ ഉണ്ടായിരുന്ന കുട്ടികൾക്ക് പേഴ്സണലായിട്ടും അതല്ലാതൊക്കെ സഹായിച്ചു. അതുകൊണ്ടാണ് കുറേയൊക്കെ ഇങ്ങോട്ട് കിട്ടിയത് അങ്ങോട്ട് മടക്കി കൊടുക്കാനുള്ളതാണ്, അത് കൊടുക്കാനില്ലാത്തതുകൊണ്ട് എല്ലാവരുടെ അടുത്തും സഹായം കിട്ടിയത് കൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഈ നിമിഷം വരെ ഞങ്ങൾ ജീവിച്ചത്. അതായത് 2 കാര്യമാണ്. ഒന്ന്, നമുക്ക് നമ്മുടെ വീട്ടിൽ പിന്നെ കുട്ടികൾക്കും ഞങ്ങൾക്കും ആണെങ്കിലും കഴിക്കാൻ ആഹാരം വെച്ചുണ്ടാക്കി കഴിക്കാനുള്ള സാധനങ്ങളില്ലാതെയുക, അതാണ് മെയിന്. കാരണം പിന്നെ ഞാൻ അല്ലെങ്കിൽ ഇവളാണെങ്കിൽ ഒന്ന് പട്ടിണി കിടക്കാൻ തയ്യാറാണ്. പക്ഷെ നമ്മൾ ഈ കൊച്ചു കുട്ടികളോട് നമ്മൾ എങ്ങനെ ഇത് പറയും ഇവിടെ ഒന്നുമില്ല എന്ന്? എന്നാൽ തന്നെ അവർ ചോദിക്കുന്ന സമയത്ത്, അവർ ചായക്ക് കടി ചോദിക്കുന്ന സമയത്ത് നമ്മൾ ചായ ഉണ്ടാക്കി കൊടുക്കും. കടി ഉണ്ടാക്കാനുണ്ടെങ്കിലല്ലേ ഇപ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുള്ളൂ. അതൊന്ന്. പിന്നെ ഈ വീട്ടിലേക്ക് നമ്മൾ തിരഞ്ഞു വരും ആളുകൾ, കാരണം കൊടുക്കാനുള്ള അത് ഭയങ്കര പേടിയാണ്. അതുപോലെ ഫോൺ റിങ് ചെയ്യണത് പേടിയാണ്, ഭയങ്കര പേടി. കാരണം ആ ഇപ്പോൾ 2 ഫോൺ കട്ടായി കിടക്കുകയാണ്, TV കട്ടായി കിടക്കുകയാണ്. ഒരുപാട് ആളുകൾക്ക് ഇങ്ങനത്തെ ഒരു സാഹചര്യം കൊറോണ കൊണ്ട് ഞാൻ എത്തിച്ചിട്ടുണ്ട് കേട്ടോ, ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷെ ബാക്കിയുള്ളവർ നമുക്കറിയില്ല, നമ്മളതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എന്തായാലും അങ്ങനത്തെ സാഹചര്യത്തിലൂടെയാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിലൊക്കെ ഒരു മാറ്റം വരുന്നുള്ള പ്രതീക്ഷയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ചില ആളുകൾക്ക് ചിലപ്പോൾ കമൻറ്റ് ചോദിക്കാം, നിങ്ങൾക്ക് അങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും ഞങ്ങളോട് പറയുന്നത് എന്തിനാണെന്നൊക്കെ ചോദിക്കാം. പക്ഷേ ഫാമിലി മെമ്പേഴ്സിനോട് ചോദിച്ചവരോടുള്ള പിന്നെ ഒരു പറച്ചിൽ മാത്രമാണ്. ബാക്കിയുള്ളവർക്ക് ഇത് കേൾക്കുന്നവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവുക, അതുപോലെ ക്ഷമിക്കുക കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ ഇത് ഞങ്ങൾ എന്താണോ അതിൻ്റെ ഒരു ഭാഗമാണ്. ഇപ്പം ഞങ്ങളെ കൂടിയ കുറേ പേർക്ക് അറിയണമെന്നുണ്ട് ഞങ്ങൾ എന്താണ്, ഞങ്ങൾ കടം എന്ന് പറയുമ്പോൾ എങ്ങനെ കടം വന്നു, എന്തുകൊണ്ട് കടം വന്നു, അപ്പോൾ അവർക്കും ഒരു സംശയം ഉണ്ടാവില്ല. അത് പിന്നെ അപ്പോൾ കമൻ്റായിട്ട് ചോദിക്കുന്നവരോട് നമുക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഓരോരുത്തരോടും നമുക്കത് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ അപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഉള്ളൊരു മറുപടിയാവും. ഞങ്ങളെ സ്നേഹിക്കുന്നവർ, ഞങ്ങളോട് അത് അറിയണമെന്ന് ആഗ്രഹം പറഞ്ഞവർക്ക് ഉള്ളൊരു മറുപടി ആയിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്, എന്തുകൊണ്ട് ഞങ്ങളിങ്ങനെ എത്തി എന്നുള്ളത്. ഇനി മറ്റൊരു ചോദ്യമാണ്, എന്താണ് ഞങ്ങളുടെ ചാനലിന് റെൻ്റ് എ ഹോം എന്നുള്ളൊരു പേര് വന്നിട്ടുള്ളത് എന്നുള്ളത്. അത് നമ്മൾ മറ്റൊരു വീഡിയോയിൽ പറയും. ഇപ്പം നമ്മളോട് ചോദിച്ചത് നിങ്ങളുടെ ജീവിതത്തിലെ സുഖദുഃഖങ്ങൾ പറയാനാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ അധികം ദുഃഖങ്ങളാണുള്ളത്. സുഖം തുടങ്ങിയിരുന്നു, പക്ഷെ അപ്പോഴേക്കും അത് അസ്തമിച്ചു എന്ന് പറയില്ലേ. അപ്പോഴേക്കാണ് കൊറോണ വന്നത്. ഞങ്ങളൊന്ന് സെറ്റിൽ ആവാൻ തീരുമാനിച്ചപ്പോഴേക്കാണ് കൊറോണ വന്നത്. അതോടുകൂടി നമ്മുടെ ലൈഫിലെ ആ സുവർണ്ണ കാലഘട്ടം പോയി. പിന്നെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് കുറച്ച് കാലം നല്ല സുവർണ്ണ കാലഘട്ടം തന്നെയായിരുന്നു കേട്ടോ, അതില്ല എന്ന് പറയുന്നില്ല. പക്ഷെ അതിൻ്റെ ഇടയിൽ നമുക്ക് ഫാമിലിയിൽ കുറേ ഇഷ്യൂസൊക്കെ വരുമ്പോൾ ഒരു സമാധാനം ഉണ്ടാവില്ലല്ലോ, അങ്ങനത്തെ ഒരു ലൈഫാണ് ഉണ്ടായത്. പക്ഷേ ഇന്ന് പോലും ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി, ഇപ്പം നിങ്ങൾക്ക് പോലും ഞങ്ങളെ കാണുമ്പോൾ തോന്നില്ല ഞങ്ങൾ ഇത്രയും പ്രശ്നങ്ങളിലാണ്. അത്
അത് ഞങ്ങളുടെ ഒരു ശാപമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ചിലപ്പോൾ അന്ന് ഭക്ഷണം പോലും കഴിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ എന്നാലും കുളിച്ച് പുറത്തേക്ക് ഇറങ്ങിയാൽ നമ്മളെ കണ്ട ഒരാൾ പോലും എന്ത് ചെയ്യില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ്. പ്രത്യേകിച്ച് എന്നെ കണ്ട ഒട്ടും പറയില്ല, കാരണം വല്ല മുമ്പേണ് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടാണ് വരുന്നതെന്ന് വിചാരിക്കുള്ളൂ. അങ്ങനത്തെ ഒരു ആളുകളാണ് ഞങ്ങൾ. അപ്പോൾ ഇനിയും ഇതുപോലെ പറയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് നമ്മുടെ ഫാമിലിയിലെ മൊത്തം പ്രശ്നങ്ങളും പറയാൻ പറ്റില്ല. അപ്പം ഞങ്ങൾക്ക് പറയാൻ പറ്റുന്ന, വേറുള്ളവർക്കൊന്നും ബുദ്ധിമുട്ടുണ്ടാവാത്ത കുറച്ച് കാര്യങ്ങളാണ് ഞങ്ങൾ പറഞ്ഞത്. എല്ലാ ഫാമിലിയിലും എന്തുണ്ടാവും, പ്രശ്നങ്ങൾ ആളുകൾ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് എവിടെയെങ്കിലും സ്ഥലം ശരിയാക്കി തരാം, നോക്കട്ടെ, സംസാരിക്കട്ടെ, അതുപോലെ അവരുടെ നല്ല മനസ്സ്, വീട് വെച്ച് തരാം, അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. പിന്നെ താമസം ഉണ്ടാവും ചിലപ്പോൾ ശരിയായി വരാനൊക്കെ, പക്ഷെ എങ്കിൽ കൂടി അങ്ങനെ പറയാനുള്ള ഒരു മനസ്സ് കാണിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഇപ്പം ഉണ്ടായി. അതെ, അതാണ് അതാണ് ഞങ്ങളെ കേൾക്കാന്, അല്ലെങ്കിൽ ഞങ്ങളുടെ സങ്കടങ്ങൾ കേൾക്കാന്, അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾക്ക് ഞങ്ങളും ഉണ്ട്, നിങ്ങൾ 5 പേര് മാത്രമല്ല, ഞങ്ങൾ നിങ്ങളെ ഏട്ടനാണ്, അല്ലെങ്കിൽ ഉപ്പയാണ്, ഉമ്മയാണ്, അച്ഛനാണ്, അമ്മയാണെന്ന് പറയാൻ കുറച്ച് പേര് നമ്മുടെ ഫാമിലി മെമ്പേഴ്സായിട്ട് ഞങ്ങൾക്ക് കിട്ടി. അതുപോലെ ചേച്ചി ഒക്കെ ആയിട്ട് ഞങ്ങൾക്ക് ഒരുപാട് പേരെ കിട്ടി. അതാണ് നമ്മുടെ ഈ ചാനലിലൂടെ നമുക്ക് കിട്ടിയിട്ടുള്ളൊരു സമ്പാദ്യം എന്ന് പറഞ്ഞാൽ, ഒരുപാട് പേരുടെ സ്നേഹം അല്ലേ, നമ്മുടെ ഫാമിലിയിൽ പോലും കിട്ടാത്ത തരത്തിലുള്ള സ്നേഹം. അതായത് എന്താ അറിയോ, നമ്മുടെ ആ സുവർണ്ണ കാലഘട്ടത്തിൽ നമ്മുടെ കൂടെ ഒരുപാട് പേരുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, കാണുമ്പോൾ ഭയങ്കര ബഹുമാനമായിരുന്നു, ഭയങ്കര എവിടെയാണ് എന്താണ് ചോദിക്കാനോ അറിയാനോ നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കാനൊക്കെ ഒരുപാട് താല്പര്യപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ടായിരുന്നു നമ്മുടെ ഫാമിലിയിലും കുടുംബത്തിലൊക്കെ. ഇന്ന് വിളിച്ച ഫോൺ എടുക്കാൻ പോലും മടിക്കുന്നവരാണ് അവരൊക്കെ. അതിലാണ് ഞങ്ങൾക്ക് ഏറ്റവും വിഷമം ഉണ്ടാക്കിയൊരു കാര്യം അതാണ്. കാരണം നമ്മൾ ഒരാളോട് എന്തെങ്കിലും ഒരു കാര്യം, ഒരു വായ്പ ചോദിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും മുട്ടി കളിക്കുക ഒരാളോട് ചോദിക്കുക, അല്ലാതെ നമ്മൾ വാങ്ങിയിട്ട് കുതിര കളിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാനോ അല്ല. പിന്നെ എനിക്ക് ഒരു എന്താ പറയുക, ഏറ്റവും സങ്കടം ഉണ്ട്. അത് ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു എനിക്ക്. അത് നമ്മൾ സംസാരിച്ച് വരുമ്പോൾ വീണ്ടും നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ പറയുന്നത് സത്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 40 കൊല്ലം കഴിഞ്ഞിട്ട് നമ്മളോട് ആ കാര്യം ചോദിച്ചാലും നമ്മൾ എന്ത് ചെയ്യും, അത് അതേപോലെ പറയും. അതേപോലെ ഞാൻ എൻ്റെ ഒരു കസിൻ്റെ അടുത്ത് നിന്ന് ഇതുപോലെ കുറച്ച് ക്യാഷ് തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് തിരിച്ചു കൊടുക്കാൻ പറഞ്ഞ സമയത്ത് എനിക്ക് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു വാക്ക് പറഞ്ഞു, ആളെ പറ്റിക്കുകയാണോ എന്നുള്ള രീതിയിലൊരു അതൊരിക്കലും ഞാൻ മരിച്ചാലും മറക്കില്ല പറഞ്ഞ പോലെ. അത് ഭയങ്കര ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക്. അവിടെ നമ്മളോട് ഇല്ലാതെ ആവണം എന്ന് തോന്നൂല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു എനിക്ക്. നമ്മുടെ കയ്യിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യില്ല, ഒരാൾക്കും കൊടുക്കാതിരിക്കില്ല. നമ്മുടെ കയ്യിൽ വന്നാൽ അത് ഞങ്ങളെ അറിയുന്ന കുറച്ച് പേർക്ക് അറിയാം. അപ്പോൾ എന്തെങ്കിലും ഒരു ഇപ്പോൾ ഞങ്ങൾ കുറി നടത്തുന്നൊരു ആളുണ്ട്, അപ്പോൾ അവർക്കറിയാം ഞങ്ങളെ കയ്യിൽ വന്നാൽ ഞങ്ങൾ വെച്ചിരിക്കില്ല. അത് നട്ടപ്പാതിര 12 മണിക്കാണ് വന്നെന്നുണ്ടെങ്കിൽ ആ സമയത്ത് കൊണ്ടു കൊടുക്കും. ഞാനും ചേട്ടായും കൂടി പോയിട്ട് കൊണ്ടു കൊടുക്കും. അങ്ങനെയുള്ള കുറച്ച് പേരറിയാം. പക്ഷെ ഇതൊന്നും മനസ്സിലാക്കാനോ ഒന്നാമത്തെ ഞങ്ങളെ കണ്ടാൽ അങ്ങനെ എന്തല്ലോ നമുക്ക് നമ്മുടെ പിന്നെ സമ്പാദ്യം ഇല്ലാതായാൽ, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് പൊളിഞ്ഞ് നമ്മളൊന്നും അല്ലാതായി മാറിക്കഴിഞ്ഞാൽ, നമ്മൾ ഒരു സാധാരണക്കാരനായി മാറിക്കഴിഞ്ഞാൽ നമ്മൾ ആർക്കൊക്കെ എന്തായിരുന്നു എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റും. പിന്നെ വേറൊരു പ്രത്യേകത, പുറത്തുള്ള ആളുകളുടെ സഹായ സഹകരണം നമുക്ക് കൂടുതൽ കിട്ടുള്ളൂ, കുടുംബത്തിൽ നിന്ന് കിട്ടില്ല. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില ആളുകൾ, ഒരു ദൈവത്തിനെ പോലെ ചില സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിൽ വന്ന് പെടുന്നതല്ല, അവരെ കൊണ്ടുവന്ന് നിർത്തും നമ്മുടെ മുന്നിൽ ദൈവം. കാരണം അത് അങ്ങനത്തെ ആളുകളായിരിക്കും. ആരുമില്ലാത്തവർക്ക് ദൈവം ഉണ്ട് എന്നല്ലേ പറയാം. അത് ശരിക്കും അനുഭവിച്ചു ഞാൻ. ഈ ഒരു കൊറോണയ്ക്ക് ശേഷമുള്ള ഈ ഒരു സമയത്ത് നമ്മളത് അനുഭവിച്ചത്. കാരണം ഒട്ടും പ്രതീക്ഷിക്കില്ല അവരുടെ അടുത്ത് നിന്ന് അങ്ങനെ ഒരു സഹായം നമുക്ക് കിട്ടുന്നുള്ളത്, ഒട്ടും പ്രതീക്ഷിക്കില്ല. ഇത് പിന്നെ സഹായം എന്ന് ഞാൻ എപ്പോഴും പറയാറുള്ളൂ. കാരണം പിന്നെ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു സഹായം, അത് ഇന്നല്ലെങ്കിൽ നാളെ അതിൽ മാറ്റങ്ങൾ വരും. അപ്പോൾ അത് നിങ്ങൾ എന്താണോ നിങ്ങൾ ചെയ്തു വെച്ചാൽ അതിനുള്ള നിങ്ങൾക്ക് തിരിച്ചു വരും. അതെ, നമ്മളെ കയ്യിൽ വരുമ്പോൾ നമ്മൾ എന്തായാലും നമ്മളെ സഹായിച്ചവരെ മുഴുവൻ എന്തല്ലോ ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, നമുക്ക് ഈ വന്നു ചേർന്നിട്ടുള്ള ഈ ഒരു എന്താ പറയുക, ഈ ഒരു കഷ്ടപ്പാട്, അതായത് നമ്മൾ ആളുകളുടെ അടുത്ത് വാങ്ങിയിട്ടുള്ള ആ ഒരു സഹായങ്ങൾ തിരിച്ചു കൊടുത്തതിന് ശേഷം ഞങ്ങൾക്ക് ഇനി ഒരു ജീവിതമുള്ളൂ എന്നുള്ളതാണ്. അതല്ലാതെ ഈ കഷ്ടപ്പാടിൻ്റെ ഇടയിലും നമ്മൾ പിന്നെ എന്താ പറയുക, പഴമക്കാർ പറയുന്നത് ഇന്ന് കൂറ്റം കുത്തി നടക്കുകയാണെന്ന് പറയില്ലേ. ഞങ്ങൾക്കില്ലേ, ഇപ്പോൾ അഥവാ ഞങ്ങൾ എന്തെങ്കിലും ഒരു സാധനം, ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സാധനം എന്തെങ്കിലും മേടിക്കാൻ നമുക്ക് പേടിയാണ്. നമുക്ക് കൊടുക്കാനുള്ളവർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് കുഴപ്പമൊന്നുമില്ല, ഇവർ അതും ഇതൊക്കെ മേടിച്ച് കഴിക്കുക. പക്ഷെ ഞങ്ങളങ്ങനെ മേടിക്കാറില്ല കേട്ടോ, അത് സത്യം. പക്ഷെ നമ്മുടെ മക്കൾക്ക്, അവർ പാവങ്ങളല്ലേ, മറ്റുള്ള കുട്ടികളൊക്കെ ഓരോന്ന് കഴിച്ചു എന്നൊക്കെ വന്ന് പറയുമ്പോഴേ ഒന്നും ചോദിക്കില്ല. ഒരു ഐസ്ക്രീം അല്ലെങ്കിൽ ഏറിപ്പോയ ഒരു ഷവർമ്മ, അതേ അവർ ചോദിക്കുള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്കൊന്നും അവർ ചോദിക്കില്ല. അപ്പോൾ അതന്നെ ഒരു 2 ഷവർമ്മ വാങ്ങിച്ച് അത് റോളൊക്കെ അങ്ങനെയൊക്കെ മേടിച്ചിട്ട് വരുമ്പോൾ തന്നെ പേടിച്ചാൽ ആരെങ്കിലും കണ്ടാൽ നമ്മളിങ്ങനെ എന്താ നടക്കുകയാണ്, കണി കണ്ടതൊക്കെ മേടിച്ച് തിന്ന് നടക്കുകയാണെന്ന് അവർക്ക് തോന്നൂലേന്ന് വിചാരിച്ചിട്ട് അതുപോലും ഞങ്ങളെ മക്കൾക്ക് ചെയ്തു കൊടുക്കാറില്ല.
സത്യം പറയണേ, ഒരു അച്ഛൻ അമ്മ എന്നുള്ള രീതിയിൽ ഞങ്ങൾ അതുപോലും എന്ത് ചെയ്യാറില്ല, ചെയ്തു കൊടുക്കാറില്ല. പേടിച്ചിട്ടാണ്. ഞങ്ങളുടെ അടുത്ത് കാശുണ്ടായിട്ടല്ല, എന്നാലും ഉള്ള കാശ് കൊണ്ടുണ്ടാവുമല്ലോ ഒരു മേടിച്ചു കൊടുക്കൽ, അതുപോലും ഞങ്ങൾ എന്ത് ചെയ്യാറില്ല, ചെയ്ത് കൊടുക്കാറില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. എന്തെങ്കിലും കാലത്ത് നമ്മൾ ഇതൊക്കെ മാറും, എന്നിട്ട് നമുക്കത് വാങ്ങിക്കുക കഴിക്കാമെന്ന് പറയാമെന്നല്ലാതെ അറിയുന്നവർക്ക് അറിയാം കേട്ടോ, പക്ഷേ എല്ലാവർക്കും അത് അറിഞ്ഞോളണമെന്നില്ലല്ലോ. പിന്നെ ഡ്രസ്സിൻ്റെയും ഒക്കെ കാര്യമാണെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് മറ്റുള്ളവർ തന്നിട്ടും അവരുടെ പഴയതായിരിക്കും, പക്ഷെ നമ്മളത് കൊണ്ടുവന്ന് ഒന്നും കൂടി എന്താ പറയുക ആൾട്രേഷൻ വർക്കൊക്കെ ചെയ്തിട്ട് നമ്മളതെന്താവും നമ്മുടെ ഡ്രസ്സാക്കും. അപ്പോൾ നമുക്കത് പുതിയ ഡ്രസ്സാവും. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മളിപ്പോൾ പോണത്. മക്കൾക്കാണെങ്കിലും വിച്ചുവിന് ഞങ്ങളുടെ നെയ്ബറുണ്ട്, അവർ ഒരുപാട് ഡ്രസ്സ് കൊടുക്കും. ആ കുട്ടിക്ക് ഇതില്ലാത്തൊക്കെ അങ്ങനെയാണ് സത്യം, കള്ളം ഞാൻ പറയണില്ല. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് പോകണം. പക്ഷെ കണ്ട ഒരാൾക്കും തോന്നില്ല. ഒന്നാമത്തെ ഞങ്ങളുടെ സംസാരമായിരിക്കാം, ഞങ്ങളുടെ ഇപ്പോൾ കുഞ്ഞുച്ചി പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ മൊത്തം ചിരി പോകണം ചേച്ചി, എന്നാലേ ഉള്ളൂ മറ്റുള്ളവർക്ക് ഇത് മനസ്സിലായി. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ കരയാൻ അറിയില്ല. ഞങ്ങൾ രണ്ടാളും തമ്മിലിരുന്ന് കരയുന്നല്ലാതെ ഞങ്ങൾക്ക് അത് എന്ത് ചെയ്യാൻ പറ്റില്ല, മറ്റുള്ളവരുടെ മുന്നിൽ കരയാം. ഈവൻ മക്കളുടെ മുന്നിൽ പോലും ചിലപ്പോൾ ഞങ്ങൾ കരയുണ്ടാവില്ല, ദേഷ്യം കാണിക്കുന്നല്ലാതെ കരഞ്ഞിട്ടുണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. അതാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ കുറേ പേർക്ക് ഞങ്ങൾ അഹങ്കാരികളാണ്, കുറേ പേർക്ക് ഞങ്ങൾ എന്താ ജീവിക്കാൻ അറിയില്ല, അതാണ് സത്യം. അതായത് നമ്മൾ കയ്യിൽ വെച്ചോണ്ട് ഇല്ലാന്ന് പറയാൻ അറിയില്ല. കയ്യിലുണ്ടെങ്കിൽ അത് ഒരാൾ ചോദിച്ചു വരുമ്പോൾ നമ്മുടെ അടുത്ത് 100 ഉണ്ടെങ്കിൽ അയാൾക്ക് എത്രയാണ് ആവശ്യം, പിന്നെ ശരി എന്നാൽ എടുത്തോ, 10 നമ്മൾ കയ്യിൽ വെച്ചിട്ട് 90 ചിലപ്പോൾ കൊടുത്തു വിടും. അങ്ങനെ എന്താ പറയുക, പൊട്ടനായി പോയാണല്ലേ. ഇന്ന് ഞങ്ങളുടെ ഫാമിലിയിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഞങ്ങളുടെ ഫാമിലിയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ചേട്ടായിയുടെ വീടോ അല്ലെങ്കിൽ എൻ്റെ വീടോ അല്ല കേട്ടോ, നമ്മുടെ മറ്റ് റിലേറ്റീവ്സൊക്കെ ഉണ്ടാവുമല്ലോ, അവരുടെ ലൈഫിലൊക്കെ വരുന്ന പുതിയ പുതിയ സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ചിലപ്പോൾ ഞങ്ങൾ നാളെയാണ് പരിപാടി എന്നുണ്ടെങ്കിൽ ഇന്നൊക്കെയാവും ഞങ്ങൾ അറിയുക. അങ്ങനെയാണ് ഞങ്ങളോട് വിളിച്ച് പറയുക, അല്ലെങ്കിൽ അങ്ങനെയാണ് പറയുക. കാരണം അല്ലാത്ത പഴയ ഞങ്ങളായിരുന്നു എന്നുണ്ടെങ്കിൽ ഞങ്ങളായിരിക്കും ചിലപ്പോൾ അത് തീരുമാനിക്കാൻ ഞങ്ങളായിരിക്കും എങ്ങനെ നമുക്ക് ചെയ്യണം, അപ്പോൾ എന്നാ ചെയ്യാ, നിങ്ങൾക്ക് എന്നാ ഒഴിവുണ്ടാവുക, അല്ലെങ്കിൽ എന്നെ പോലെ ചെയ്യണം, ഈ അത് ചെയ്തു തരുമോ, അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷെ ഇന്ന് ഒക്കെ ആർക്കെയോ കൂട്ടി തീരുമാനിച്ച് നാളെ കേട്ടോ പരിപാടി, അല്ലെങ്കിൽ പിന്നെ രാവിലെ വിളിച്ചിട്ട് ഇന്ന് വൈകുന്നേരത്താണ് കേട്ടോ പരിപാടി, അതെ നിങ്ങൾ വരുമോണ്ടോ പറ്റുമോ, അങ്ങനെയൊക്കെയാണ് ചോദിക്കുക. അപ്പൊ അതൊക്കെ കാണുമ്പോ എന്തുണ്ട്, ഒരു വിഷമമുണ്ട്. ഇല്ല, ഞങ്ങള് അങ്ങനെ വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല. കാരണം നമ്മൾക്ക് അവരുടെ മനസ്സിൽ എന്തായിരുന്നു സ്ഥാനം എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ നമ്മൾ എത്രത്തോളം നല്ലത് അല്ലെങ്കിൽ നമ്മുടേത് കൂട്ടിപ്പിടിച്ചിട്ട് ഒരു കാര്യമില്ല. സ്വാർത്ഥത വേണം. അതെ, ഞങ്ങള് സ്വാർത്ഥരായി. എന്തറിയോ, എല്ലാവരും ഞങ്ങളതാണെന്നുള്ള അങ്ങനെ സ്വാർത്ഥരായി. പക്ഷേ അവരൊക്കെ അവരവർ സ്വാർത്ഥരായി. അവർക്ക് അവരുടേതായ ഓരോ കാര്യങ്ങളും ഇതും കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടു. പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല, രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ അവർക്കൊരു ബുദ്ധിമുട്ട് വന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഈ 2 ചെറിയ മക്കൾ, അന്ന് വിച്ചുമില്ല, ഈ 2 ചെറിയ മക്കളെ വെച്ചുകൊണ്ട് 12 മണിക്കും 1 മണിക്കൊക്കെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ പോയിട്ടുണ്ട് ദൂരേക്ക്. കാരണം അവിടെ ഇന്ന ആൾക്ക് വയ്യ, അല്ലെങ്കിൽ ഇന്ന പോലെയാണ്, അവർക്ക് ഹോസ്പിറ്റൽ കേസ് ഉണ്ട്. അപ്പോഴൊക്കെ ഞങ്ങളെ വിളിക്കുക. അപ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ പോവാതിരിക്കാൻ പറ്റില്ല. അപ്പം ഞങ്ങളെ വിചാരം എന്താണെന്ന് വെച്ചാൽ, അയ്യോ അവർക്ക് നമ്മളില്ലാതെ പറ്റില്ല, അത്രയ്ക്കും കാര്യമാണ് നമ്മളെന്നാണ് നമ്മൾ ചിന്തിച്ചിരുന്നത്. പക്ഷെ അത് വെറും ഞങ്ങളുടെ വ്യാമോഹമായിരുന്നു എന്നുള്ളത് ഇന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഞങ്ങളും തീരുമാനിച്ചു, എന്ത്, ഞങ്ങളുടെ കാര്യം കഴിഞ്ഞിട്ട് മതി ഇനി മറ്റുള്ളവരുടെ കാര്യം. നമ്മളെല്ലാ കാര്യത്തിലും പോയി ഇടപെട്ട് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല. നമ്മളില്ലെങ്കിലും അവരുടെ കാര്യം അടിപൊളിയായിട്ട് നടക്കും. പക്ഷെ ഞങ്ങൾ വിചാരിച്ചിരുന്നു ഞങ്ങളില്ലെങ്കിൽ അവർക്ക് ഒന്നും ആവില്ല, അവർക്ക് നമ്മളെ വേണം, അവർ കൂട്ടിപ്പിടിച്ചത് അതിനാണെന്നറിയോ. പിന്നെ അവർക്കൊക്കെ നമ്മളെ കൊണ്ട് ഉപദ്രവങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പൊതുവെ നമ്മളാണെങ്കിലും ഇപ്പോൾ എന്താവും, ഉപദ്രവിക്കുന്നവരെ നമ്മൾ മാറ്റി നിർത്തും. അത്ര അവരും ചെയ്തിട്ടുള്ളൂ. അവരുടെ ഭാഗം വളരെ ക്ലിയർ ആണ്. അവരുടെ ഭാഗം വളരെ ക്ലിയർ ആണ്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളിനി എന്ത് പുതിയ ഈ പാഠങ്ങൾ പഠിച്ചിട്ട് പുതിയ ഒരു ജീവിതശൈലി നമ്മൾ ഉണ്ടാക്കി ഞങ്ങൾക്ക് കഴിയില്ല. അതാണ് പ്രശ്നം. നമ്മൾ എത്ര ഇതായാലും നമ്മളൊരാൾ കഷ്ടപ്പാട് പറയുമ്പോൾ കഷ്ടപ്പാടിൻ്റെ മാത്രമല്ല, ഒരു കൂട്ടുകുടുംബം എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഇത് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ് ഞങ്ങൾ. പക്ഷെ ഞങ്ങളുടെ ലൈഫാണെങ്കിൽ ഓണൊക്കെ ആകുമ്പോൾ നമ്മുടെ വീട്ടിലെല്ലാവരും കൂടി ഭയങ്കര ഇഷ്ടമാണത്. പക്ഷെ അതിനൊന്നും പിന്നെ ഒരു സാഹചര്യം ഞങ്ങൾക്ക് ഇല്ല. നമ്മുടെ എന്താ പറയുക,
സുഖദുഃഖങ്ങൾ, സ്റ്റോറി, ലൈഫ് സ്റ്റോറി പറഞ്ഞാൽ തീരൂല, അത്ര അധികം ഉണ്ട്. 3-4 സിനിമ എടുക്കാം. പിന്നെ ഒരുപാട് കാര്യപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കി. കാരണം അതൊക്കെ പുറത്ത് പറയാൻ പറ്റില്ല. പിന്നെ എല്ലാവരെയും ബാധിക്കുന്ന കേസുകളായിട്ട് തന്നെ മാറാൻ സാധ്യതയുള്ള സംഭവങ്ങൾ തന്നെ ഉണ്ട് അതിനകത്ത്. അപ്പോൾ നമ്മളതൊന്നും പറയുന്നില്ല. ഇത്രയുമാണ് ഞങ്ങളുടെ കുറച്ച് ഭാഗം എന്ന് പറയുന്നത്. വീഡിയോ നിങ്ങൾ എല്ലാവരും കാണണം, നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളുടെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ വരാൻ നിങ്ങളും കൂടി കാരണക്കാരാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഞങ്ങളെ ഇതുവരെ കണ്ടതിനും ഞങ്ങളെ കേട്ടതിനും ഒരുപാട് നന്ദി പറയുന്നു. വീണ്ടും അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നത് വരേക്കും തൽക്കാലം വിട പറയുന്നു. നന്ദ ബാബു ഫ്രം റെൻഡേ ഹോം. അടുത്ത റെൻഡേ ഹോം എന്താണ് റെൻഡേ ഹോം എന്നതിൻ്റെ നമ്മുടെ ഒരു സ്റ്റോറി, പേര് വന്നു. ആ ഒരു സ്റ്റോറി ഞങ്ങൾ ചെയ്യാം അടുത്തൊരു വീഡിയോയിൽ ഞങ്ങൾ അതുമായിട്ട് വരാം. തൽക്കാലം വിട പറയുന്നു. ബൈ.